ഓം ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ത്വരിതാസമേത കിരാതമൂർത്തയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. വെള്ളരി ഉത്സവം, വേട്ടയ്ക്കരൻ പാട്ട്. ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഉത്സാഹമുള്ളതാണ് ഉത്സവം. ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ 15-ാം തീയതി മുതൽ അല്ലേ, കഴിഞ്ഞ 15-ന് നിങ്ങൾ കൊടിയേറി ഈ ഉത്സവത്തിന് ആരംഭം കുറിച്ചു. പക്ഷേ ഇന്നും നാളെയും നിങ്ങൾ പല പരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ ശരിയായി വന്നിരിക്കുക. ഉത്സാഹം എന്ന് പറഞ്ഞ ശരിയായ അർത്ഥം പതഞ്ഞു പൊങ്ങുന്നത്. ഇപ്പം നമ്മളെ കൂടുതൽ സ്ത്രീകളാണല്ലോ, പാല് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് പതഞ്ഞു പൊങ്ങും. പതഞ്ഞു പൊങ്ങി അങ്ങോട്ട് പരന്ന് ഒഴുകും. അതുപോലെയാണ് ഒരു ഉത്സവം വരുമ്പോൾ ക്ഷേത്രത്തിലെ ദേവചൈതന്യത്തിൻ്റെ അവസ്ഥ. അതായത് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകളും കർമ്മങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ക്ഷേത്രദേവന്റെ ചൈതന്യം പാല് പോലെ അല്ലെങ്കിൽ ദേവചൈതന്യം പുറത്തേക്ക് പതഞ്ഞ് ഒഴുകും. ആ ദേവചൈതന്യം ശ്രീലകത്തിൽ നിന്നും പുറത്തേക്കും തിരുമുറ്റത്ത് നിന്നും ക്ഷേത്രത്തിലെ മര്യാദ എന്ന് പറയും മതിലിനും അപ്പുറത്തേക്ക് കഴിഞ്ഞൊഴുകും. എങ്ങോട്ടെത്തും? ഈ ക്ഷേത്രദേവന്റെ ദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ആ ഒരു ചൈതന്യം എത്തും. അപ്പൊ എന്തിനാ എല്ലാ വർഷവും ഇങ്ങനെ ഉത്സവം നടത്തുന്നേ? കാരണം ദേവചൈതന്യത്തിന് എന്തെങ്കിലും ചുതി അല്ലെങ്കിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പൂജകളും കർമ്മങ്ങളും. അതുകൊണ്ടാണ് വർഷാവർഷം ഉത്സവം നടത്തുന്നത്. നമുക്ക് മനസ്സിന് ഉത്സാഹം എന്തേ, നമ്മളൊന്ന് പോയി നോക്കും. അല്ലെങ്കിലോ ഇപ്പോൾ ഇത്ര വലിയ ഉത്സവവും വേട്ടയ്ക്കരൻ പാട്ടും ഒക്കെ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടും നമുക്ക് എത്ര കുറച്ച് ആൾക്കാരെ ഇവിടെ കിട്ടുന്നുള്ളൂ. അതേസമയം അപ്പോൾ ദൈനംദിനം എത്ര പേര് വരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ക്ഷേത്രത്തിലേക്ക് എന്തിനാ ഇപ്പോൾ വരണേ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനു മുമ്പ് നമുക്ക് ഒരു ജീവിതം, ജന്മം കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ ഒരു 50 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ പ്രായക്കാരും ഉണ്ട് അല്ലേ? എന്തിനാണ് ഈ ക്ഷേത്ര ആരാധന? ഒരുപാട് മൂർത്തികൾ നമുക്കുണ്ട്, ദേവതകൾ നമുക്കുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വേട്ടയ്ക്കൊരു മകൻ, അതാണ് പറയുന്നത്, വേട്ടയ്ക്ക് ഹരൻ എന്ന് പറയുമ്പോൾ മഹാദേവന്റെ പുത്രനായ കിരാത സൂനുവാണ് പ്രധാന പ്രതിഷ്ഠ. ആദ്യം പ്രധാന മൂർത്തിയെ വണങ്ങും, എന്നിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോവുക? ഉപദേവന്മാരുടെയൊക്കെ അടുത്തേക്ക് പോവുക. അങ്ങനെയാണ് നമ്മൾ വന്ന ദർശനം നടത്തേണ്ടത് എന്നാ പറയുക. ഇവിടെ ക്ഷേത്ര ആരാധന എന്തിനാണ്?
ക്ഷേത്ര ആരാധന നമ്മളിലെല്ലാം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്തിനാണ് ഈ ജന്മം കിട്ടിയത് എന്ന് നമുക്കറിയണം. നമ്മുടെ ഹൈന്ദവർക്ക് എവിടെ നിന്നും ഇതിനൊരു സോഴ്സ് കിട്ടുന്നില്ല. പിന്നെ എവിടെ എപ്പോഴെങ്കിലും ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സത്സംഗം, അതും അല്ലെങ്കിൽ ഒരു ഭാഗവത സപ്താഹം, നവാഹം, ഇതൊക്കെ കിട്ടുമ്പോഴാണ് ഒരു അവസരം കിട്ടുക. അല്ലാതെ ഹൈന്ദവന് ആരും ഒരു ക്ലാസ് ഇതിന് നൽകുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി കൊടുക്കാം എന്ന് കരുതി വിളിച്ചു വരുത്തിയാലോ ഇങ്ങനെ ഇതായിരിക്കും അവസ്ഥ. പക്ഷെ ഇപ്പൊ നമ്മുടെ സദസ്സ് നിറഞ്ഞൂലോ. കാരണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതിനൊരു സമയമുണ്ട്. ഈ തിരുമുറ്റത്ത് ഇത് നടക്കേണ്ട സമയം 6 മണിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തോന്നും ഇതൊക്കെ നമ്മളുടെ ഒരു കൺട്രോളിലാണ് എന്ന്. അല്ല, ആ സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരു തോന്നല് മാത്രമാണ് ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പഠനമാണ് നമ്മളുടെ ജീവിതാന്ത്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ മരണം എടുത്തു നോക്കൂ, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ജനനവും അങ്ങനെ തന്നെ. നമുക്കറിയില്ല നമ്മുടെ മോളിപ്പോ ഇങ്ങനെ പ്രസവിക്കാറായിട്ടുണ്ടെങ്കിലും ഏത് നിമിഷം അത് സംഭവിക്കും. അപ്പോൾ എന്താ ഭഗവാൻ പറയുന്നത്? ഗീത ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. ഹൈന്ദവൻ ചുരുങ്ങിയത് ഗീതയെങ്കിലും പഠിച്ചിരിക്കണം. ഗീത വളരെ എളുപ്പമാണ്. ഗീതയിൽ 701 ശ്ലോകേ ഉള്ളൂ. അതില് ഭഗവാൻ പറയുന്നുണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ നടക്കുന്നു. എന്താ പറയുന്നത്? അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹേ അർജുന, ഈ ലോകം ഇങ്ങനെയൊക്കെയാണ്, അനിത്യമാണ്, അസുഖകരമാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുമോ? ഇമം പ്രാപ്യ ഭജസ്വമാം. അത് മനസ്സിലാക്കുക. ജീവിതത്തിൽ എത്രയും വേഗം നമ്മളത് മനസ്സിലാക്കണം. എന്നിട്ട് എന്നെ ഭജിക്കണം, ഭഗവാനെ ഭജിക്കുക. എത്രയും വേഗം മനസ്സിലാക്കണം പറയാൻ എന്താ കാരണം? മറ്റുള്ള മതസ്ഥരെ ഒന്ന് നോക്കൂ, അവരുടെ എല്ലാം പോസിറ്റീവുകൾ നമ്മൾ സ്വീകരിക്കണം. വേദം എന്താ പറയുന്നത്? ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ. ഈ വിശ്വത്തിലെ എല്ലാ ഭാഗത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ. അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവർ ചെയ്യുന്ന പോസിറ്റീവുകൾ നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതിലവരെന്താ ചെയ്യുന്നേ? അവരുടെ ജീവിതം നോക്കൂ, അടുക്കും ചിട്ടയുമാക്കി വെച്ചിരിക്കുന്നത് ആത്മീയത കൊണ്ടാ അല്ലെ? ഹൈന്ദവന്റെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാ പലരും. പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും. ഒരു പേപ്പർ എടുത്ത് നോക്കൂ, ഒരു ആത്മഹത്യ ചെയ്തവനെ നോക്കുമ്പോൾ നമ്മളുടെ പേരാ കാണുക. നമ്മൾ നിങ്ങൾ എന്നുള്ളത് പറയല്ല, നല്ലതുകളെ നമ്മളും അനുകരിക്കണം. അതിനുവേണ്ടി ആദ്യം ചിന്തിക്കേണ്ടത് എന്തിനാണ് ഈ ജീവിതം കിട്ടിയത്? അതാണ് ക്ഷേത്രാരാധനയിലേക്ക് വരാനുള്ള വഴി. ആ മാർഗം തെളിച്ചു തന്നത് നമ്മുടെ പൂർവികരാ. എന്തിനാ ഈ ജീവിതം കിട്ടിയത്? അപ്പൊ വിചാരിക്കും സുഖിച്ച് അങ്ങോട്ട് ജീവിക്കാം അല്ലെ? എത്ര കാലം ഇവിടെ സുഖിച്ച് ജീവിക്കുക? നമുക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും, എനിക്ക് പോലും അറിയില്ല എന്ത് എപ്പോഴാ ഇതൊക്കെ അവസാനിക്കുന്നേന്ന്. നമ്മളെല്ലാവരും കണക്കുകൂട്ടലുകളാ, ചിന്തകളാ. ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു, നാളെ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്തെല്ലാം പ്ലാനാ നമ്മുടെ മനസ്സിൽ. ഇതൊക്കെ അങ്ങനെ നടക്കുന്ന തന്നെയാ നമ്മുടെ വിചാരം അല്ലെ? ഇതൊക്കെ അവിടെ വേറൊരാൾ ഇരുന്നിട്ട് നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് ഗീത പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ജന്മം എന്തിനു കിട്ടി? ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതാ. എന്തിനാ ഈ ജന്മം കിട്ടിയേ? കുട്ടിക്ക് അറിയില്ല, അമ്മയ്ക്കും അച്ഛനും അത് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അതാണ് അറിവ് നേടണം എന്ന് പറയുന്നത്. ക്ഷേത്ര സങ്കല്പത്തിലൂടെ നമ്മൾ അവിടെ വരുമ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവുന്നു. ഭക്തി ഉള്ള ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ഭക്തി നേടി ജ്ഞാനവും നേടിക്കഴിയുമ്പോൾ അവന് വൈരാഗ്യം ഉണ്ടാകുന്നു. ഭാഗവത മഹാപുരാണം ഭാഗവതത്തിൽ പറയുന്നതാ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ. ഇതില് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പടി കയറി ഇങ്ങോട്ട് വരൂ. അതിനാണ് ക്ഷേത്ര സംസ്കാരം. അപ്പൊ നിങ്ങളെല്ലാവരും വന്നൂലോ, ഇത്തിരി ഭക്തി തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾക്കെല്ലാം പൂർവജന്മ സുഹൃതം കൊണ്ട് അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അതേ സംസ്കാരം ഉള്ള ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ കഴിഞ്ഞു. അതും കഴിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ത്വരിതാസമേതനായ കിരാതമൂർത്തിയെ നമുക്ക് ദേവരായിട്ടും കിട്ടി. ഇനി ആരാധിച്ചാൽ മാത്രം മതി. ചില സ്ഥലങ്ങളിൽ അവർ പറയും ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം ടീച്ചറെ ഒരു ക്ഷേത്രം ദർശനം നടത്തണമെങ്കിൽ.
അത് വേണ്ടാലോ. ആ കാര്യത്തില് പിന്നെ ഇനി ഒരു ക്ഷേത്രം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചാലോ, ഒരു ക്ഷേത്രം പണിയാന്ന് പറഞ്ഞാൽ കോടികളുടെ ചെലവാണ്. ഇതൊന്നും വേണ്ട. പൂർവികർ എന്ത് ചെയ്തു വെച്ചു? എല്ലാ പണികളും പൂർത്തിയായിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം. ഒരുപാട് ഉപദേവന്മാർ, ഇത്രയും ഉപദേവന്മാർ മറ്റ് അത്ര അധികം സ്ഥലത്തൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. എല്ലാം ഉണ്ട്. മഹാദേവനുണ്ട്, ശ്രീപാർവതിയുണ്ട്, മക്കളായ ഗണപതിയുണ്ട്, മുരുകനുണ്ട്, അയ്യപ്പൻ, എല്ലാവരും ഉണ്ട് അല്ലേ. പിന്നെയോ കിരാതസൂനു ഉണ്ട്. ശ്രീ പാർവതി ദേവി പ്രസവിച്ചുണ്ടായ ഒരേ ഒരു കുട്ടിയാണ് ആര്? കിരാതസൂനു എന്നാ പറയുന്നത്. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കിരാതസൂനു ഇതിനു മുമ്പൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോഴും വീഡിയോകളിലായിട്ടും നമ്മളിത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഥ വിശദീകരിച്ച് പറയുന്നതിനപ്പുറം തത്വങ്ങളാണ് അറിയേണ്ടത്. കഥ നമ്മൾ ഒരുപാട് സോഴ്സ്, അപ്പോൾ ഓൺലൈൻ ദൈവങ്ങളാ, നമുക്ക് എല്ലാ കഥകളും കിട്ടും വിരൽ തുമ്പില. പക്ഷേ ഈ കഥകളെല്ലാം തത്വങ്ങളായിട്ട് എങ്ങനെ നമ്മളോട് പറയുന്നു, എന്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ജന്മം കിട്ടി, കുട്ടി എപ്പോഴാണ് ആത്മീയതയിലേക്ക് വരുന്നത്? അമ്മ കൈ പിടിച്ച് കൊണ്ടുവരുമ്പോ അവനൊരു ക്ഷേത്രത്തിന്റെ പടവ് കയറി അവിടെ എത്തും, തിരുമുറ്റത്തെത്തും. എന്നിട്ട് പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ പറഞ്ഞു കൊടുക്കും അമ്മ, ഇത് തേവരാണ്, തൊഴണം, നമസ്കരിക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ തുടങ്ങും കുട്ടി ചോദിക്കാന്. അതുവരെ എന്താ, ഇതെന്താ, അതെന്താന്ന് ചോദിച്ച കുട്ടി ഈശ്വരൻ എന്താണ്, എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് വന്നത്, എന്താണ് ക്ഷേത്രം, ഇതൊക്കെ ചോദിക്കും. അവിടെ നമ്മളുടെ അറിവ്, അതായത് അറിവിൽ നാം ഉയർന്നു നിൽക്കണം. ജ്ഞാനം, അതായത് അറിവിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ധർമ്മപുത്രരോട് യക്ഷൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മഹാഭാരതത്തില്. അപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു: ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ നേടിയ അറിവാണ് എന്നാണ്. ആരും കള്ളം കൊണ്ടുപോകാത്തൊരു സ്വത്താണ് എന്ത്? അറിവ്. അറിവുള്ളവനെ എല്ലാവരും ബഹുമാനിക്കുന്നു. അറിവിലൂടെ അങ്ങനെ ഉയരണം. നമുക്കെല്ലാം ഉയരാൻ ആഗ്രഹം. എങ്ങനെയാ ഉയരേണ്ടത്? അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. എന്ത് അറിവിലാ? ആത്മീയമായ അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. എങ്ങനെയുള്ളവർക്ക് ആ ആത്മീയമായ അറിവ് നേടാൻ തോന്നുക? ഇത്തിരിയെങ്കിലും പൂർവജന്മ സുഹൃതം കിട്ടിയവര് അറിവ് നേടണം എന്ന ആഗ്രഹത്തോടെ, ആത്മീയമായ അറിവ് നേടണം എന്ന ആഗ്രഹത്തോടെ ഇതുപോലെ ക്ഷേത്രാങ്കണങ്ങളിൽ വന്നിരിക്കും. നമുക്ക് സംസാരിക്കാത്ത ഒരുപാട് ദൈവങ്ങളുണ്ട് നമ്മുടെ കയ്യില്. ഗ്രന്ഥങ്ങളാണത്. എല്ലാം ദൈവങ്ങളാണ്. ഗ്രന്ഥം ഒരു തേവർക്ക് തുല്യാന്നാ പറയാ. ഭാഗവതത്തെ കുറിച്ച് എന്താ പറയുന്നത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭാഗവതം കൃഷ്ണൻ തന്നെയാ പറയുന്നത്. ഓരോ സ്കന്ധങ്ങളായിട്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങളാന്ന് പറഞ്ഞാ വർണ്ണിച്ചു വെച്ചിരിക്കണേ. അങ്ങനെ നോക്കുമ്പോ നമ്മളോട് അവർ സംസാരിക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി വരണം. പക്ഷെ ഇപ്പോഴത്തെ തലമുറ പൊതുവെ അങ്ങോട്ട് ഇറങ്ങി വരിക, അല്ലെങ്കിൽ വായനാശീലം വളരെ കുറവാണ്. അങ്ങനെയുള്ളവരെന്താ ചെയ്യുക? ഇങ്ങനെയുള്ള പ്രഭാഷണ വേദികൾ അവിടെ വന്നിരിക്കും. എന്താ ഗുണം പ്രഭാഷണം കേട്ടാല്? കഴിഞ്ഞ യുഗങ്ങളിൽ, അതായത് ഒരു മന്വന്തരം എന്ന് പറയുമ്പോൾ 71 ചതുർയുഗങ്ങളാണ്. ഒരു ചതുർയുഗം എന്ന് പറയുന്നത് കൃതം, ത്രേതം, ദ്വാപരം, കലി, 4 യുഗങ്ങൾ ചേർന്നതാണ്. നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിലാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന യുഗങ്ങളിൽ മോക്ഷം കിട്ടണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞായി ജനിച്ചു, അവൻ ചോദിക്കും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അവസാനം ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരണം? എന്തിനു വേണ്ടിയാണ് നമുക്ക് ഈ ജന്മം കിട്ടിയത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലേ, ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടണം. അതാണ് നമ്മൾ പറയില്ലേ മോക്ഷം കിട്ടണം എന്നുള്ളത്. മോഹക്ഷയം ആണ് മോക്ഷം. ഇവിടെ അങ്ങനെ വന്ന് ജനിച്ചു വീണാലെന്താ? കുട്ടിയുടെ കൈ ഇങ്ങനെയാ, എനിക്ക് എനിക്ക് എന്ന ഒരൊറ്റ വിചാരമാവും. പക്ഷെ മരിച്ചു പോകുമ്പോഴോ അയ്യോ ഒന്നും വേണ്ട, ഇതല്ലേ അവസ്ഥ. പക്ഷേ ഈ എനിക്ക് എനിക്ക് എന്നുള്ള ചിന്ത കാരണം നമ്മളെല്ലാം മാനസികമായി അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥതകളെ മാറ്റി നിർത്താൻ ഭക്തി പ്രഭാഷണങ്ങൾക്ക് കഴിയും. പ്രഭാഷണം സംഘർഷങ്ങളെ ലഘൂകരിക്കും. നമ്മുടെ മനസ്സിലൊക്കെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമാണ്. എന്താ കാരണം എന്നറിയോ? ഇച്ഛാശക്തി ഉണ്ട്, എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം, മോക്ഷം നേടണം. ഇങ്ങനെ കിടന്ന് പ്രാരബ്ധം അനുഭവിക്കാൻ വയ്യ.
പക്ഷെ എന്താ, അപ്പൊ തന്നെ തിരിഞ്ഞു കുത്തും ഇന്ദ്രിയങ്ങള്. വേണ്ട, ഇതെന്നെ സുഖല്ലേ, ഒന്നെങ്കിൽ താമ്പൂലം അല്ലെങ്കിൽ TV ഇങ്ങനെ നോക്കിയിരിക്കും നമ്മള്. അതെന്നെ സുഖം, എത്ര കാലമായി ഓരോ സീരിയല് കാണുന്നു, അവസാനവും ഒക്കെ ശരിയായി, നമ്മളെ കണ്ടിരുന്ന സമയം വെറുതെ പോയി. ഇതല്ലേ കാണിച്ചുകൊണ്ടിരിക്കണേ. അത് മനസ്സിലാവുമ്പോഴേക്ക് വർഷങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനും കൂടി വേണ്ടിയാണ് ക്ഷേത്ര സങ്കല്പം. പൂർവികര് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി. ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. ആ ഒരു ശക്തിയെ ഒരു കേന്ദ്രമായ ബിംബത്തിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തി വെച്ചിരിക്കുക. അവിടെ പോയി നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ, തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. ഈ നമസ്കാരം കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ LKG പഠനം ആത്മീയതയിൽ തീർന്നു. ക്ഷേത്ര ആരാധനയിലെ ഒന്നാമത്തെ ഭാഗം. ആ ഒന്നാമത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തിയില്ലേ. LKGയിൽ തന്നെ 60 വയസ്സായാലും നമ്മൾ LKGയിൽ തന്നെ പോവും തൊഴും പോരും, കഴിഞ്ഞു നമ്മളുടെ ആത്മീയത. അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോരാ എന്നാ പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്താ പറഞ്ഞത് എന്നറിയോ, നിങ്ങൾ എല്ലാവരും ആത്മീയതയിൽ ഇത്തിരി ചൈതന്യം കിട്ടി, എങ്ങനെയാ, ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ നിർത്തരുത്, ഇനിയും പോകണം. നേതി അതല്ല എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. എന്താ ചെയ്യേണ്ടത് പിന്നെ, ഇനിയും നിങ്ങൾ ഉള്ളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചന്ദനക്കാടുകൾ കാണാം. ആ ചന്ദനക്കാടുകൾ കണ്ടാൽ എല്ലാം കിട്ടി, നല്ല സുഗന്ധം ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കുക അല്ല. ഇനിയും ഉള്ളിലേക്ക് പോയാൽ വെള്ളിഖനികൾ കാണാം, ഇനിയും ഉള്ളിലേക്ക് പോയാൽ സ്വർണ്ണഖനികൾ കാണാം. അതിനും അപ്പുറം നിങ്ങൾക്ക് എന്ത് കാണാം, മോക്ഷം എന്ന് പറയുന്ന ഈശ്വര സാക്ഷാത്കാരം കാണാം. ഇപ്പൊ സ്വർണ്ണമൊക്കെ കുറെ കിട്ടിയാൽ സുഖിച്ച് ജീവിക്കാം, എത്ര കാലം ഇവിടെ ജീവിക്കാം, അതൊന്ന് ചിന്തിക്കാം. ഏകദേശം ഒന്ന് നമ്മളുടെ ആ ലൈഫ് സ്പാൻ, നമ്മളുടെ ഒരു ആയുസ്സിനെ കുറിച്ച് ഒരു ചിന്ത നമുക്ക് മുതിർന്നു കഴിഞ്ഞാൽ വരണം. ആ ഒരു ചിന്ത കയറി കഴിയുമ്പോഴാണ് എല്ലാവരും ആത്മീയതയിലേക്ക് കയറുക. നമ്മുടെ വീട്ടിൽ എന്താ നമ്മൾ വിചാരിക്കുക, റിട്ടയർ ആവട്ടെ അല്ലെ, എന്നിട്ടോ റിട്ടയർ ആയാലോ ശിശുപാലനാണ്, മകന്റെ കുട്ടീനെ നോക്കിയിരിക്കാനേ പിന്നെ സമയമുള്ളൂ. എപ്പോ തുടങ്ങണം, 4 വയസ്സിൽ വേദം പഠിക്കാൻ തുടങ്ങണം എന്നാ ബ്രാഹ്മണർ. അങ്ങനെയാ, ഉപനയനം കഴിഞ്ഞാൽ ഉടനെ വേദപഠനം തുടങ്ങും. അപ്പൊ ചോദിക്കുക, ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ. അങ്ങനെ ആകുമ്പോ ആരാ ബ്രഹ്മജ്ഞാനം നേടുന്നത്? അറിവ് നേടണം, ഇതൊക്കെ എന്താണ് എന്നറിയണം എന്ന ആഗ്രഹം ഉള്ള വ്യക്തി ഇങ്ങനെ സത്സംഗങ്ങളിലൂടെ അറിവ് നേടുന്നു. ഇപ്പൊ ഇവിടെ വന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, തൊഴുത് നമസ്കരിക്കുന്നു, എന്താണ് അതിന്റെ തത്വം എന്ന് നമുക്ക് അറിയണം. ഇങ്ങനെ നിൽക്കുമ്പോ വിരലുകൾ അങ്ങനെ ചേർത്ത് വെക്കല്ലേ. ജീവിതത്തിൽ രാവിലെ അങ്ങോട്ട് നീട്ടാ, എത്ര സമയമായി ഇങ്ങനെ കൂട്ടിപ്പിടിക്കാറ്? ഒരിക്കലും ഇതിങ്ങനെ ചേർക്കുന്നില്ല. ഈ വിരലുകൾ ചേർത്ത് പിടിക്കുമ്പോ ഒരു പ്രത്യേക വൈബ്രേഷൻ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന. ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും സയൻസാ, അവന്റെ ജീവിതം സുഗമമാക്കാനുള്ളതാ. അപ്പൊ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്ര ആരാധന. അത് തന്നെയാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തേണ്ട കാര്യം. കാലിന്റെ വിരലും ചേർത്ത് വെക്കും നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ ആർക്ക് കഴിവുണ്ട്? ക്ഷേത്ര ആരാധനയ്ക്ക് കഴിവുണ്ട്. ഇനി അതേ സമയം നമ്മളിവിടെ വന്നപ്പോ എന്താ കിട്ടുക? കുട്ടി ചോദിക്കും, എന്താ കിട്ടുക? പ്രസാദം കിട്ടുമോ എന്നാ ചോദിക്കുക അല്ലെ. നമ്മളെല്ലാവരെയും വിചാരാതെ കുട്ടികൾക്ക് എന്താ കഴിക്കണം എന്നുള്ള വിചാര. പക്ഷേ ഈ പ്രസാദം എന്ന് പറയുന്നത് കഴിക്കുന്ന സാധനം മാത്രമല്ല. നമ്മൾ അവിടെ ഇങ്ങനെ കയറി വരുമ്പോ ഇവിടെ എന്താ കേട്ടത്? ഓം ശംഭോ ശിവംഭോ സ്വയംഭോ. ആ ശിവകീർത്തനങ്ങൾ അങ്ങനെ സുന്ദരമായിട്ട് കേട്ടോണ്ടിരിക്കുക. നമ്മളുടെ മുഖത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ. അതിലെ ഒന്നായി ചെവിയെ സുഖിപ്പിച്ചില്ലേ? അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഇപ്പൊ എല്ലാവരും കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവിടെ ഇരിക്കുമ്പോഴും ഈ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ഒരു മിതമായ ശബ്ദത്തിൽ നമ്മൾ അതിനെ അങ്ങനെ സുഖിക്കും. മനസ്സ് അങ്ങോട്ട് ഉയരും നമ്മളുടെ. അപ്പൊ മനസ്സെന്താ എന്ന് വിശദീകരിച്ച് പറയാം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ കിരാതസൂനുവിനെ പട്ടൊക്കെ ചാർത്തി ബിംബത്തിലതേ ഗോളകൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നു. എന്തൊരു ചന്ത! കണ്ണിന് സുഖം കിട്ടിയില്ലേ? ഇന്ദ്രിയങ്ങളിൽ 2. ഇനി നേരെ പ്രദക്ഷിണമൊക്കെ വെച്ച് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഏത് ക്ഷേത്രദേവന്റെ
അടുത്ത് പോകുമ്പോഴും ആ ക്ഷേത്ര ദേവന്റെ നാമജപം നാവിലുണ്ടായിരിക്കണം. നാമജപം നമ്മൾ ചെയ്തില്ലേ, അപ്പൊ നാവിനെ സുഖിപ്പിക്കാം. നാമജപത്തിനപ്പുറം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ തിരുമേനി ഒരു തുള്ളി തീർത്ഥം തരും, നമ്മളത് സ്വീകരിക്കും. ഭഗവാന്റെ ഗംഗാതീർത്ഥമായ നമ്മളത് നാവിലേറ്റുന്നത്. എന്താ പറയുന്നത് ഭാഗവതം? ഔഷധം ജാനവീതോയം വൈദ്യോ നാരായണോ ഹരി. ഔഷധം എന്താ? ഈ ഗംഗാജലം തന്നെയാ. അപ്പൊ തീർത്ഥം നമുക്ക് ഔഷധ, മന്ത്രപൂരിതമായ ജല തീർത്ഥമായിട്ട് നമുക്ക് തരുന്നേ. അത് കഴിഞ്ഞാൽ പ്രസാദം കിട്ടും. പ്രസാദം കിട്ടിക്കഴിഞ്ഞാലോ നമ്മളത് ഈ വിരലുകൊണ്ട് അല്ലെ, മോതിര വിരലുകൊണ്ട്, അതിന് വിരലുകൾക്കൊക്കെ തത്വമുണ്ട് കേട്ടോ. ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പിന്നെയോ ഇവിടെ നിൽക്കുന്നതാണ് ഈശ്വര ശക്തി. അതാണ് ഈ ചിന്മുദ്ര പിടിക്കില്ലേ, ഏറ്റവും ചെറുതാണ് നമ്മുടെ ശരീരം. ചെറുവിരല് അങ്ങനെ കാണിക്കുക. ശരീരം, മനസ്സ് ശരീരത്തിനേക്കാൾ വലുതാ. എന്തൊക്കെ ഒരു കാര്യങ്ങളാ ചിന്തിച്ചു കൂട്ടണേ. ഇപ്പൊ ഇവിടെ വിചാരിക്കുക, അയ്യോ പാല് കാച്ചിട്ടില്ലേ, കൊണ്ടുവന്നിട്ടില്ലല്ലോ, വീട്ടിലെത്തിയില്ലേ നിങ്ങള്? മനസ്സുകൊണ്ട് വീട്ടിലെത്തി. ഇനിയോ മനസ്സ്, ശരീരം, ബുദ്ധി, അതിലും മനസ്സിനേക്കാൾ വലുതാ നമ്മുടെ ബുദ്ധി. ഇപ്പോൾ AI എന്നൊക്കെ പറഞ്ഞ് മരിച്ചു പോയവരാ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന് സംസാരിക്കണല്ലേ. മനുഷ്യന്റെ ബുദ്ധിയിലാണ് അതൊക്കെ ഉണ്ടായത്. ഐൻസ്റ്റീൻ പോലും 21% അത്രേ അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച്. നമ്മളൊന്നും ഇപ്പോൾ ഉപയോഗിക്കണമെന്നേ ഇല്ല, ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാ. ശരീരം, മനസ്സ്, അഹങ്കാരം. ഇനിയോ ഇതാണ് അഹങ്കാരം. ബുദ്ധി കഴിഞ്ഞാൽ അഹങ്കാരം. ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ അഹങ്കാരം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ചൂണ്ടുക. മൂന്നാള് തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് ചൂണ്ടും, മുകളിൽ ഇതാ ഈശ്വര ശക്തി കർമ്മസാക്ഷിയായി നിന്ന് കാണുന്നു. തടിച്ചൊരാളില്ലേ, ഇതാണ് ഈശ്വര ശക്തി. നമ്മൾ രാവിലെ ചിന്മുദ്രയിൽ ഇരിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ്രേഷനാണ് നമ്മുടെ ശരീരത്തിന്. ഈ അഹങ്കാരത്തെ മടക്കി ഈ ഈശ്വര ശക്തിയുടെ അടിയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതാണ് ചിന്മുദ്ര. ചില ബിംബങ്ങളിൽ നോക്കിയിട്ടില്ലേ, അങ്ങനെ അയ്യപ്പസ്വാമിയൊക്കെ ചിന്മുദ്ര കാട്ടിയിരിക്കുന്നത് കണ്ടില്ലേ, അതാണ് അതിന്റെ തത്വം. ഈ വിരലുകൾക്കൊക്കെ ഇനിയും തത്വങ്ങളുണ്ട് കേട്ടോ. ഇനി ഈ വിരല്, ഈ 5 വിരലുകള് പഞ്ചഭൂതങ്ങളെ കാണിക്കുമ്പോ ഈ രണ്ടാമത്തെ വിരലാണ് ജലം. ഭൂമി, ജലം, ആകാശം എന്ന് പറയും. ഈ ജലം ആകുന്ന മോതിര വിരൽ ഉപയോഗിച്ച് ചന്ദനം ജലം കൂട്ടിയല്ലേ തൊടുക, ഇങ്ങനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറി തൊടും. ഈ കുറി തൊടുന്നതിലും തത്വങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ ശരീരത്തിൽ 109 മർമ്മസ്ഥാനങ്ങളുണ്ട് എന്നാ പറയാ. എന്താ മർമ്മസ്ഥാനത്തിന്റെ പ്രത്യേകത? മർമ്മസ്ഥാനത്ത് നമ്മൾ ഒരു ഔഷധം, ഇത് ഔഷധമാണ് ശരിക്കും, അത് തേച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ആ ഏറ്റവും സോഫ്റ്റ് മൃദുലമായ ആ തൊലിക്ക് ഇതിന്റെ ഔഷധ ഗുണത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു തുളസി പൂവ് അതിനൊപ്പം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പൂവ് ഉണ്ടാവുമല്ലോ, ആ പൂവ് എടുത്തിട്ട് ആണുങ്ങൾ എവിടെയാ വെക്കുക? ചെവിയുടെ എവിടെയല്ലേ വെക്കുക? ചെവിയുടെ പുറകില് ആ ഒരു തൊലി ഏറ്റവും സ്മൂത്ത്, ഏറ്റവും മൃദുവായ തൊലിയാണ്. ഈ മൃദുവായ ഭാഗങ്ങളിലുള്ള തൊലിക്ക് ആ തുളസി പൂവിന്റെ ഔഷധ ഗുണത്തെ ആഗിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിലെത്തിക്കാൻ കഴിവുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ അതിനൊരു ഗുണം? അതാണ് സയൻസ്. ഹൈന്ദവന്റെ ആചാരങ്ങളിലുള്ള സയൻസ് അവിടെയാണ്. ഈ ഔഷധ ഗുണമുള്ള തുളസിപ്പൂവിന്റെ ഔഷധം നമ്മൾ അങ്ങോട്ട് ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ സുഗമമായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കിഡ്നി, അതായത് വൃക്കകളുടെ പ്രവർത്തനമൊക്കെ സുഗമമായിട്ട് നടക്കും. ക്ഷേത്ര ആരാധന നടത്തുന്ന പണ്ടത്തെ മുത്തശ്ശിമാരെ നോക്കൂ, അവർക്കൊരു കിഡ്നി പ്രോബ്ലം ഉണ്ടാവില്ല, ക്യാൻസർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് ചിട്ടയായിട്ട് ക്ഷേത്ര ദർശനം നടത്തി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. കാരണം ഞാൻ സയൻസ് ആണെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിനെ സുഗമമാക്കാൻ വേണ്ടി പൂർവികർ ഉണ്ടാക്കി വെച്ച ആചാരങ്ങളാണ് ക്ഷേത്ര ആരാധന. ഉപാസനകളിൽ ഒന്ന് മാത്രമാണ് ക്ഷേത്ര ആരാധന. ഇപ്പോ ഇത് തൊട്ടു അല്ലേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ പൂവ് എടുത്തു കഴിയുമ്പോൾ ഒന്ന് ഗ്രാണിക്കും, എന്നിട്ട് തലയിൽ ചൂടുക. അതായത് മൂക്കിന് ഭഗവാന്റെ ഒരു പരിമളം, ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർച്ചിച്ച പൂക്കളല്ലേ നമുക്ക് തരുന്നത്. അതായത് ആകാശൽപന പുഷ്പം കൽപ്പയാമി, പുഷ്പത്തെ, ആകാശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മന്ത്രത്തോടുകൂടി തിരുമേനി ആ പുഷ്പങ്ങളെ ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ പുഷ്പങ്ങൾക്ക് മൃദുവാണ്, ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റാ. ആ പുഷ്പങ്ങൾക്ക് മന്ത്രങ്ങളെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ മന്ത്രപൂരിതമായ പുഷ്പങ്ങളാണ് നമ്മൾ ഘ്രാണിക്കുന്നത്.
തലയിൽ വെക്കുന്നത്. അതിൻ്റെതായ ഔഷധ ഗുണം നമുക്ക് ഉണ്ടായിരിക്കും. മൂക്കിനെ സുഖിപ്പിച്ചു, ഇപ്പൊ കാതിനെ സുഖിപ്പിച്ചു, മൂക്കിനെ സുഖിപ്പിച്ചു, കണ്ണിനെ സുഖിപ്പിച്ചു, തൊലിയെയും സുഖിപ്പിച്ചു. നമ്മൾ എന്താ ചെയ്ത്? 109 മർമ്മങ്ങളിൽ ഒന്ന് തൊലിക്ക് ഏറ്റവും നല്ല ഔഷധമാണ് ചന്ദനം. ചന്ദനം അപസ്മാരത്തിന് ഏറ്റവും നല്ലതാ. അതുപോലെ ത്വക്കിന് അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാ. അമ്മ ചന്ദനം ചാലിച്ചാണ് നെറ്റിയിലിട്ട് തരിക തലവേദന വരുമ്പോൾ, അല്ലെ? അപ്പോ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന തത്വം കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഇപ്പോൾ ആകാശത്തെ പ്രതിനിധീകരിച്ച് പുഷ്പം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. 5 എണ്ണത്തിനും എന്തില്ല? ജീവനില്ല. ഈ ജീവനില്ലാത്ത പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരത്തിലെ ഭഗവാന്റെ ആത്മാവിലെ ഒരംശം തന്നിട്ട് എന്ത് തന്നു? ജീവൻ തന്നു. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് എന്തിനാ? ഇവിടെ അങ്ങനെ സുഖിച്ചിരിക്കാനാ? തോന്നും സുഖിക്കാം. ഈ കസ്തൂരിമാന്റെ മാതിരിയാ നമുക്ക് കിട്ടുന്നുണ്ടോ? എവിടെ? കുറെ കാലമായില്ലേ സുഖിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാടുപെടണു. രാവിലെ ആയിട്ട് എത്ര നേരം ചിരിച്ചെന്ന് ചിന്തിച്ചു നോക്കൂ. സുഹൃത്തുക്കളെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ചിരിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയല്ലേ? ചിരി നല്ലൊരു ഔഷധ. എല്ലാവർക്കും ടെൻഷനും പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാനാണ് ഒരു പ്രഭാഷണ വേദിയിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു വരിക. ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ കൊണ്ടാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുഷ്പം ആകാശത്തെ എന്ന് പറഞ്ഞു. അതേപോലെ കിണ്ടിയും വെള്ളയ്ക്ക് ജലം ആയി. ചന്ദനം ചാർത്തുന്നത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. ദീപം അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. ധൂപം വായുവിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ മനുഷ്യൻ അവന്റെ ശരീരത്തെ തന്നെയാണ് പൂജാ പാത്രത്തിൽ അവിടെ എന്ത് വെച്ചിരിക്കുന്നത്? സമർപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുക, അല്ലേ? നല്ലോണം കൊടുക്കണേ എന്നൊക്കെ പറയില്ലേ? പക്ഷെ ആർക്കാ കൊടുക്കുക? അവിടെ വന്നിട്ട് ഓം ത്വരിതാസമേത കിരാതമൂർത്തയേ നമഃ. ഇനി ഒന്നും അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി ചൊല്ലിക്കോളൂ. അത്രയും കമ്മിറ്റിക്കാർ ചെയ്തു തന്നാലും നമ്മൾ അങ്ങോട്ട് നോക്കുക പോലും ഇല്ല. അതല്ലേ അവസ്ഥ? എങ്ങനെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു വന്ന് അവിടെ വന്ന് എത്തിപ്പെട്ടു. അത് തന്നെ സുഹൃതം. എന്താണോ? എത്രയോ ആൾക്കാര് ഈ നിമിഷം ആശുപത്രി വരാന്തകളിലുണ്ട്. അപ്പൊ നമ്മളെങ്ങനെയായിരിക്കുന്നത്? ഒരു ക്ഷേത്രാങ്കണത്തിൽ സുഖമായിട്ട് വന്നിരിക്കുക. അപ്പൊ നിങ്ങളുടെ തന്നെ അയൽവാസികളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നെങ്കിൽ പ്രസവമായിട്ട്, അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് അല്ലെങ്കിൽ വേറെ വല്ല അസുഖമായിട്ട് മറ്റും ആശുപത്രി വരാന്തകളിൽ ഇരിക്കുന്ന എത്രയോ അയൽവാസികൾക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ഭഗവാന്റെ തീരുമാനമാണ്. ഒരു സത്സംഗം ഉണ്ട്, ഇന്നാമത്തെ റോല്, ഇത്രാമത്തെ കസേരയില് ഇന്ന ആള് ഇവിടെ വന്നിരിക്കണം എന്നുള്ളത്. നമുക്ക് തോന്നും നമ്മളുടെ കഴിവാ. അല്ല, അതൊക്കെ അവിടെ നിശ്ചയിക്കപ്പെട്ടതാ. അങ്ങനെ പറയുമ്പോൾ തോന്നും ഇതൊക്കെ അവിടെ നിശ്ചയിച്ചു വെച്ചാൽ പിന്നെ എന്തിനാ നമ്മൾ കർമ്മം ചെയ്യുന്നേ? ജനിച്ചു വരുമ്പോ ഈ ശരീരം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കടമകളുണ്ട്. സ്വധർമ്മം ചെയ്യാൻ, സ്വകർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ജന്മം കിട്ടിയിട്ട് വന്നിരിക്കണേ. എന്താപ്പോ ഞാൻ സ്വകർമ്മം ചെയ്യുന്നില്ലേ? ജോലി ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ പിന്നെ ഈശ്വരനെ ഭജിക്കുക? അതാണ് എല്ലാവരുടെയും ചോദ്യം. രാവിലെയാ പ്രാരാബ്ധ ടീച്ചറെ, രാവിലെയാ പോണം ജോലി, അത് കഴിഞ്ഞാൽ ടയേർഡായി, എനിക്ക് പിന്നെ സമയമില്ല ഒക്കെ സമ്മതിച്ചു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ 15-ാം തീയതി കൊടിയേറി, ഇത്ര ദിവസം വന്നൊന്ന് തൊഴാൻ പറ്റിയില്ല, ഇന്ന് ഇങ്ങോട്ട് കയറി വന്നോളൂ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. നമ്മുടെ വീട്ടില് ഒരു അസുഖം വന്നു എന്ന് കൂട്ടിക്കോളൂ. കുട്ടിക്ക് ഒരു ആശുപത്രി പ്രശ്നം വന്നാൽ കിട്ടാത്ത ലീവ് നമുക്ക് കിട്ടും, ഇല്ലേ? മണിക്കൂർ കണക്കിന് ഡോക്ടറുടെ വാതിലിന്റെ മുന്നിൽ നമ്മൾ ഇരിക്കും. അഡ്മിറ്റായ രാത്രി പോലും നമ്മൾ അവിടെ നിൽക്കും. ഇതിനൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ. അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാ. ആത്മീയതയുടെ ആവശ്യകത എന്ത് എന്നറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പിന്നേക്ക് നീക്കി വെക്കുന്നത്. നമ്മളെല്ലാം നാളെ എന്ന് നീക്കി വെക്കുന്നവരല്ലേ. മഹാഭാരതം എന്താ പറയുന്നതെന്നറിയോ? ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോ നീ ചെയ്യണം. സാർമാരൊക്കെ ഉപദേശിക്കും. നമ്മുടെ ഗ്രന്ഥ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ ആയുസ് എപ്പോഴാ തീരാന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇന്നേ തുടങ്ങി വെക്കും. ഇത്തിരിയൊക്കെ തുടങ്ങി വെച്ചാ പകുതിയായി. ആ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇത് തുറന്നു കഴിഞ്ഞാൽ കണ്ണൊന്നും പിടിക്കില്ല, ഇങ്ങനെ ഇരിക്കാൻ വയ്യ, അല്ലെ? പിന്നെന്താ? കണ്ണാട തകയണില്ലേക്ക് കണ്ണട വെച്ചാൽ അതിൽ ആവി കയറില്ല. അപ്പൊ ആദ്യം മുതലേ തുടങ്ങിയെങ്കിൽ ഇത്ര പ്രയാസം ഇല്ല തോന്നും. അങ്ങനെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരണം. അപ്പൊ ക്ഷേത്രത്തിൽ വന്നാൽ കിട്ടുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി
ക്ഷേത്രം എന്താണ്? ഇതിപ്പോ വലിയൊരു ക്ഷേത്രമൊക്കെ ആയി ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നു, നല്ല ഭംഗിയായിട്ടല്ലേ ഉയരത്ത്. എന്താണ് ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്നും നമ്മളതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളതാണ് ക്ഷേത്രങ്ങൾ. എന്താ ക്ഷയം? മനുഷ്യന് 2 തരം ക്ഷയങ്ങളാണ്. ഒന്ന് ആധ്യാത്മിക ക്ഷയം, മറ്റൊന്ന് ഭൗതിക ക്ഷയം. മിക്ക വ്യക്തികളും വഴിപാട് കൗണ്ടറിൽ ചോദിച്ചാലറിയാം എന്തിനാ വരുന്നത്, ഭൗതിക ക്ഷയത്തിൽ നിന്ന് എങ്ങനെ മുന്നേറാം, അതിന് ഞാൻ എന്തെല്ലാം വഴിപാടുകൾ കഴിക്കാം എന്നാ ചിന്തിക്കുന്നത്. അത് വേണ്ടാന്നല്ല, അതിനിവിടെ തന്നെ വരണം, എങ്കിലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വഴിപാട് സമർപ്പണമാണ്, ത്യാഗമാണ്. ഇപ്പൊ നമുക്ക് കുട്ടിക്കൊരു വയ്യായ ഉണ്ടായി, ആ സമയത്താണ് മുത്തശ്ശി പറയുന്നത് ഒരു 1 രൂപ നാണയം എടുത്ത് ഒഴിഞ്ഞു വെക്കൂ. നമ്മുടെ മനസ്സ് ആ സമയത്ത് എത്ര എളിമയോട് കൂടി ഈശ്വര ശക്തിയെ കുറിച്ച് ഓർക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ നിരീശ്വരവാദികളൊക്കെ ഇല്ല പറയും. ഇല്ല എന്ന് പറയണമെങ്കിൽ ഒരു സാധനം ഉണ്ടാവണ്ടേ, ഉള്ളതിനല്ലേ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. നമ്മുടെ കുട്ടികൾ തന്നെ അതും പറഞ്ഞ് മുന്നിക്ക് വരും. അപ്പോ ഇങ്ങനെ പറഞ്ഞ് അവരെ ഈ ഭാഗത്തിലേക്ക് കൊണ്ടുവരണം. ഇനി ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര. എന്തെല്ലാം ക്ഷയങ്ങളാ? ഭൗതിക ക്ഷയങ്ങൾ ഒരുപാട് ഉണ്ട്. അതിനു വേണ്ടി ഒക്കെ ചെയ്തു. എന്ത് ചെയ്യും? വിളക്ക് വെക്കും. എന്താ? നമ്മളുടെ പാപം എരിഞ്ഞു തീരാനാ വിളക്ക് വെക്കുന്നത്. ഇനി ആ എള്ളെണ്ണ ഇങ്ങനെ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഇരുമ്പ് സത്ത, അത് നമുക്ക് ഏറ്റവും നല്ലതാ. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശി ആഴ്ചയിൽ ഒരു ദിവസം, അന്നൊക്കെ സ്ഥിരം ഇരുമ്പ് ചീനച്ചട്ടിയാ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തരും. എന്തിനാണെന്നറിയോ? ഇരുമ്പിന്റെ ആ സത്ത്, അതിന് പയറൊക്കെ ഇങ്ങനെ കറുത്തിരിക്കും ഉപ്പേരിയായി വരുമ്പോഴേക്ക്. ആ ഇരുമ്പ് സത്ത് ചെന്ന് കഴിഞ്ഞാൽ അനീമിയ, പണ്ടുള്ള സ്ത്രീകൾക്ക് അനീമിയ തന്നെ ഉണ്ടായിരുന്നില്ല, ഇരുമ്പ് സത്തിന്റെ കുറവുകൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ ആചാരങ്ങളും നമ്മളുടെ അനുഷ്ഠാനങ്ങളും എല്ലാം എന്തിനോട് ചേർന്ന് നിൽക്കുന്നു? നമ്മളുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ഇനി ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇവിടെ വന്ന് എന്താ ചെയ്യാൻ പറ്റുക? അവിടെയാണ് നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ പ്രസക്തി. ഇവിടെ ഇപ്പോൾ ഒരാൾ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതും നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ 2 അമ്മമാരെ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവര് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിയാലോ? ആരും എത്തിയിട്ടില്ല, അപ്പൊ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം അത് ചൊല്ലാനെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇപ്പൊ ഇവിടെ വന്നു, കുറെ വഴിപാട് കഴിച്ചു, തൊഴുതു പോയി, അത് LKG, ഭക്തി ഉണ്ടായി. ഇനി ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അമ്മമാരുടെ കൂട്ടായ്മ അത്യാവശ്യ. സ്ത്രീക്ക് പുരുഷനേക്കാൾ ശക്തിയുണ്ട് എന്നാണ്. കായികമായിട്ടാണ് കേട്ടോ, കായികമായിട്ട് ചിന്തിക്കുമ്പോൾ ആണുങ്ങൾക്കാണ്. പക്ഷെ മാനസികമായിട്ട് ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ ഇപ്പോൾ അടുക്കളപ്പണി എന്തുകൊണ്ടാണ് പെണ്ണിനെ ഏൽപ്പിച്ചത് നമ്മൾ ചിന്തിക്കണം. അടുക്കും ചിട്ടയുമായിട്ട് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിയ സ്ത്രീക്ക് കാര്യേഷു മന്ത്രി എന്ന കർമ്മേഷു ദാസിയാണ് അവൾ. അങ്ങനെയാണെങ്കിൽ അത് സുഗമമായിട്ട് പോകും. അതൊന്ന്. മറ്റൊന്ന്, അങ്ങനെ സ്ത്രീകളുടെ ഒരു നല്ല ഒരു കൂട്ടായ്മ, 10 പേര് മതി. 10 പേരുള്ള ഒരു ശക്തമായ മാതൃസമിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാം? സഹസ്രനാമം ഒരാൾ ചെല്ലുന്നതിനേക്കാളും ശക്തി ആ കൂട്ടമായിട്ട് ചൊല്ലുമ്പോഴേ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യക എന്നും പറഞ്ഞങ്ങോട്ട് ചൊല്ലുമ്പോ അല്ലെ, അതറിയുന്നവരുടെ മനസ്സിങ്ങനെ തുടിച്ചില്ലപ്പോ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ സുഖം ശരിക്കതാ. കാരണം മനുഷ്യന് 3 സുഖങ്ങളാ. അതില് ഒന്നാമത്തെ സുഖം എന്ന് പറയുന്നത് സാധാരണക്കാരൻ അമ്പലത്തിക്കൊന്നും പോവാതെ രാത്രി 12 മണി വരെ ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? വെളിച്ചായാലും കിടന്നുറങ്ങും. ഈ രാവിലേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശിവപുരാണം എടുത്തു വെച്ചാല് സന്ധ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം നമുക്ക് 3 സന്ധ്യകൾ കിട്ടി എന്നൊരു കഥ കാണാം. ആ 3 സന്ധ്യകളില് ദേവന്മാരുടെ സന്ധ്യയാണ് രാവിലത്തെ പ്രാതസന്ധ്യ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിക്കുന്ന സമയം. അതായത് രാവും പകലും
കൂടിച്ചേരുന്ന സമയം പ്രാതസന്ധ്യ. ആ സമയത്ത് അങ്ങനെ ഉണർന്നിരുന്ന് ഒരു 5:30 മണിക്ക് എഴുന്നേൽക്കുക. അതിനല്ലാതെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞ് 3 മണിയൊക്കെ പറഞ്ഞാൽ നമ്മളത് ഡ്രോപ്പ് ചെയ്യും. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. സത്യത്തിൽ 3 മണി ബ്രഹ്മമുഹൂർത്തം തന്നെയാണ്. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നാൽ പറയും 8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണം. എല്ലാ പ്രാരാബ്ദവും കഴിഞ്ഞ് അടുക്കളയും പൂട്ടി അവസാനം അര വരെ കിടക്കാൻ അമ്മയും. അപ്പോൾ ഉറക്കം കിട്ടില്ല. 5:30 മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാതസന്ധ്യയിൽ എന്ത് ചെയ്യണം? സന്ധ്യാവന്ദനം ചെയ്യണം. എന്താ സന്ധ്യാവന്ദനം? നമുക്ക് എല്ലാവർക്കും അസുഖവും പ്രശ്നങ്ങളും അല്ലേ? പണ്ട് തന്നെ മുത്തശ്ശി എന്താ പറഞ്ഞ്, സന്ധ്യയാകുമ്പോ നാമം ചെല്ലല്. അന്നൊന്നും രാവിലെ അത്ര കാര്യമായിട്ട് സമയമില്ല, ചെയ്യൂല, കൂട്ടുകുടുംബ പ്രാരാബ്ദ. സന്ധ്യയായ വിളക്ക് വെച്ച ഇരുന്ന് നാമം ജപിക്കാൻ പറയും. എന്താ നാമം ജപിക്കുക? അച്യുതായ നമഃ, അനന്തായ നമഃ, അമൃതായ നമഃ, ഗോവിന്ദായ നമഃ. അപ്പോ എന്തായി? സന്ധ്യാവന്ദനായി. ബ്രാഹ്മണർ ചെയ്യുന്ന പ്രാതസന്ധ്യാവന്ദനം യജുർവേദ നിത്യാനികത്തിൽ വരുന്ന ആദ്യത്തെ 3 മന്ത്രങ്ങളാണ് ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാം നശ്യന്തി സകലാൻ രോഗ സത്യം സത്യം വദാമ്യഹം. ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ പറയുന്നതാ. അതായത് നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ആരാണോ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന് പറഞ്ഞ് എനിക്ക് പ്രാതസന്ധ്യാവന്ദനം ചെയ്യുന്നത് അവന് എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്നാ പറയുന്നത്. ഇത് നമ്മൾ അറിയുന്നില്ല. ഔഷധം ജാനകി തോയം എന്ത് വെച്ചിട്ടാ സന്ധ്യാവന്ദനം ചെയ്യുക? ആ പഞ്ചപാത്രവും ദാലവും ഒക്കെ വെച്ച് ഈ സ്പൂൺ കൊണ്ട് എടുത്ത് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ മന്ത്രപൂരിതമായ വെള്ളമാണ് ഓം അച്യുതായ നമ എന്ന് പറയുമ്പോൾ. അപ്പൊ രാവിലെ എഴുന്നേറ്റു. അപ്പൊ ഇതൊന്നും ശീലമില്ലെങ്കിൽ വേണ്ട, എഴുന്നേറ്റിരുന്നിട്ട് നിവർന്നിരിക്കണം എന്നാണ്. അത് സയൻസ് ആണ് കേട്ടോ. നമ്മുടെ ശരീരം ഇങ്ങനെ നിവർന്ന് കിടക്കും. അപ്പൊ എന്താ? ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെയാ. ഇനി അവിടുന്ന് ഇവിടെ എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന മുത്തശ്ശി മറിഞ്ഞു വീണു, തണ്ടൽ പൊട്ടി, ഓപ്പറേഷൻ ചെയ്തു പറയാറില്ലേ? അപ്പോ നമ്മൾ എഴുന്നേറ്റിട്ടൊന്ന് ഇരിക്കുക. ബ്ലഡ് സർക്കുലേഷൻ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് തല കറക്കം വരും. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റാ നീ ചമ്മടം പടിഞ്ഞ് ഇനി കട്ടലിൽ കാല് തൂക്കിയിട്ടാണെങ്കിൽ കുറച്ച് സമയം ഇരുന്നിട്ട് നിന്റെ ഉപാസനാമൂർത്തിയോട് നീ ഈ സമയം പ്രാർത്ഥിക്കണം. 1 മിനിറ്റ് 1 സെക്കൻഡെങ്കിലും ഇരിക്കുക. അത് കഴിഞ്ഞാലോ പിന്നെ ടെൻഷനാ. ആരെയാവോ ഇനിയിപ്പോ കണി കാണുക അല്ലെ? അതല്ലേ ചിന്തിക്കുക. കയ്യ് നെയ്യ് വെണ്ണ പശു. കൈ നമ്മുടെ കയ്യില് ഇതല്ലേ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ഇതൊന്നും അറിയണ്ട. കയ്യിലേക്ക് നോക്കുക. കരാഗ്രേ വസതി, ഇങ്ങനെയല്ലേ പൈസ എടുത്ത് കൊടുക്കുക. ലക്ഷ്മി ഉണ്ട്, കരമധ്യേ സരസ്വതി ഉണ്ട്, കരമൂലേതു ഗോവിന്ദ, ഗോവിന്ദന് എല്ലാവരും ത്രിമൂർത്തികൾ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ മതി. എന്നിട്ടോ സമുദ്രവസനേ ദേവി, പാദം അതായത് നമ്മുടെ കാല് ചവിട്ടി ഭൂമിയെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ക്ഷമസ്വമി, അതായത് പാദസ്പർശം ക്ഷമസ്വമി. കുനിയുമ്പോ എന്തായി? പാദഹസ്താസനം യോഗയിലെ ഒന്നാണത്. കുനിഞ്ഞ് ഭൂമിയെ തൊട്ട് 3 തവണ കണ്ണിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ എങ്ങോട്ട് പോവാൻ. നമുക്ക് 9 തുളകളുണ്ടല്ലേ? ഈ 9 തുളകളിൽ നിന്നും ഓരോ മാലിന്യങ്ങളാ വന്നുകൊണ്ടിരിക്കണേ. നമ്മൾ ഇതിനെ ശുദ്ധാക്കാനും ബലം വെപ്പിക്കാനും നടക്കുകയാണേ. ഇത് എങ്ങനെയെങ്കിലും ബലം ആവുന്നുണ്ടോ? ഇത് എത്ര കഴിയാനും ശുദ്ധാവുന്നുണ്ടോ? എന്നാലും നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ നന്നാക്കാൻ വേണ്ടി ഒരുപാട് സമയം കളയും. അങ്ങനെ പോയി പിന്നെ എവിടെയാ തൊടുന്നത്? വെള്ളത്തിനെ സ്വീകരിക്കും. മുഖം കഴുകണ്ടേ? ദന്ത ശൗചം ചെയ്യണ്ടേ? അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? സത്യം, ശൗചം, ക്ഷമാശീലം. സത്യം പറയുക, ശൗചം ശുചിത്വം പാലിക്കുക. ഇതൊക്കെ ഹൈന്ദവന് പറഞ്ഞ ധർമ്മങ്ങളാ. ആ വെള്ളത്തിനെ തൊടുമ്പോഴും നമ്മള് സപ്തസിന്ധുക്കളെ പ്രാർത്ഥിക്കണം. ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഇത് തിരുനാവായ പോകുമ്പോഴേ കേൾക്കുള്ളൂ. എന്താ? ആ വെള്ളം കൊടന്ന് വെച്ചാൽ 1 മണി അരിയും ഒരിത്തിരി എള്ളും പൂടലെടുത്തിടോ. അത് കഴിഞ്ഞിട്ട് അയാൾ പറയും ഇങ്ങനെ ചൊല്ലി. അതെന്തായി? ശരിക്ക് ഏകാദശി നോൽക്കുന്ന വ്യക്തി അറിയേണ്ട ആദ്യത്തെ പാഠം അതാ. ഏകാദശിക്ക് ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്തിരി വെള്ളം എടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു
എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ നിന്നും പൂവ് അറുത്തെടുക്കണം. പലരും അത് തെറ്റിദ്ധാരണ പരത്തി അറക്കരുത് എന്ന്. എന്താ? ക്ഷേഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവച്യുത. ഹേ അച്യുത, അച്യുത പ്രിയയായ ഈ ലക്ഷ്മി ദേവിയെ, തുളസി പൂവിനെ ഞാൻ അറുത്തെടുക്കുക, എന്നോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ തുളസി പൂവ് ഇതിന് 3 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, പകുതി അടച്ചു പിടിച്ച് ഗായത്രി ജപിക്കണം. ഗായത്രി ജപിച്ചാലേ അത് തീർത്താവുള്ളൂ. തിരുമേനി അങ്ങനെയാ നമുക്ക് തീർത്ഥമുണ്ടാക്കി തരിക. അതിന് മുമ്പായിട്ട് ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഗംഗാ തീർത്ഥമാക്കാനാണ് ഗംഗേ ചെയ്യ മുനി ചെയ്യുക എന്ന് ജപിക്കുക. അങ്ങനെ ചൊല്ലിയാലേ അത് തീർത്താവും. ആ തുളസി തീർത്ഥം സേവിക്കണം. എന്താ? ചന്ദനവും കൂട്ടും ഇല്ലേ? ചന്ദനവും തുളസിയും പൂനീര് കുടിക്കാന്നാ പറയാ. അപ്പോഴേ എന്താവുള്ളൂ? ഏകാദശി നമ്മുടെ മനസ്സിലൊരു സങ്കല്പം വെക്കും. ഭഗവാനെ, ഉപവാസങ്ങളിൽ ഏറ്റവും വലുത് നമ്മളുടെ ശുദ്ധോപവാസമാണ്. വ്രതങ്ങളിൽ, തപസ്സുകളിൽ ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലിയ തപസ്സാണ് എന്ത്? ഉപവാസം. ഞാനിതാ ഇന്ന് ഏകാദശിയായിട്ട് ഉപവാസം അനുഷ്ഠിക്കാൻ പോവുകയാണ്, എൻ്റെ ഏകാദശി സ്വീകരിക്കണമേ. അപ്പോൾ അതൊക്കെ എന്ന് പഠിച്ചു? ചെറുപ്പത്തിലേ പഠിച്ചു. മരണം വരാനൊന്നും കാത്തു നിൽക്കേണ്ടതില്ല. ഇനി അത് കഴിഞ്ഞ് ഒക്കെ ശുദ്ധാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? കുളിക്കാൻ കയറൂലേ? 1, 2 ഒക്കെ കഴിഞ്ഞ് കുളിക്കുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമാക്കി കുളിക്കണം. അമ്പലത്തിലേക്ക് വരുമ്പോൾ പഞ്ചശുദ്ധി പാലിക്കണം. എന്തൊക്കെയാ പഞ്ചശുദ്ധി? കുളിക്കുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധാക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ചിലർക്ക് ഗുളികയൊക്കെ ഉണ്ടാവും. അപ്പം എന്താ? ആഹാരശുദ്ധി. ഗുളിക കഴിക്കുകയാണെങ്കിലും ശുദ്ധമായ ആഹാരം കഴിക്കണം. അത് കഴിഞ്ഞ വാക്ശുദ്ധി. നടന്നു വരുമ്പോൾ ആരോടും ഒരു കുറ്റവും പറയാതിരിക്കുക. പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരി പറയാൻ, നമ്മുടെ കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രദേവന്റെ നാമജപത്തോട് ഒറ്റയ്ക്ക് വരിക. ഒറ്റയ്ക്ക് വരുന്നത് ഏറ്റവും നല്ലത്. 2 വള ഇട്ട് കുത്തിയപ്പോൾ എന്താ ഉണ്ടായത്? ശബ്ദം ഉണ്ടാക്കിയില്ലേ? ഒറ്റ വളയപ്പോൾ ഒരു പ്രശ്നമില്ല. ഒറ്റയ്ക്കാണ് ഏറ്റവും സുഖം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ബന്ധങ്ങളായിട്ട് ഭഗവാൻ തന്നെ അങ്ങനെ മുറിച്ച് തരും. നമുക്ക് ഒരു ശല്യമില്ല. സുഖമായിട്ട് ഇതിങ്ങനെ നിവർത്തിയ 4 മണിക്കൂർ അതിൻ്റെ മുന്നിൽ തന്നെ. അപ്പം കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ 3 സുഖങ്ങളാണ്. അമ്പലത്തിക്ക് തിരിഞ്ഞു നോക്കാതെ വീട്ടിലിങ്ങനെ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ദേ കിടക്കുന്നു പശുവിനെ പോലെ. ആ ഗൃഹമാകുന്ന സിറ്റ് ഔട്ട്, അടുക്കള, ഇത് തന്നെ പണി. എന്താ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്നൊരു മാറ്റല്ലേ? ഉത്സവം എന്ന് പറയുമ്പോൾ ഇന്നൊന്ന് തേവരെടുത്ത് പോയി നോക്കട്ടെ. എത്ര ദിവസമായി ആ സാരി മടക്കി വെച്ചിട്ട് അതൊന്ന് എടുത്ത് മടക്കൊക്കെ നിവർത്തി കൊടുത്ത് ഒരു എക്സ്പോഷറാണ്. സ്ത്രീകൾക്കൊക്കെ റിലാക്സേഷനാണ് സത്യം പറഞ്ഞ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ ഫുഡ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നേരായി ചിന്തിക്കും, അയ്യോ അടുത്തത് എന്താ അല്ലേ? അത് വലിയൊരു പ്രാരാബ്ദ. അപ്പോൾ നാമജപം മടക്കി വെച്ചു. അതല്ലേ ചെയ്യാറ്? ഇവിടെ നമ്മൾ തീരുമാനിക്കുകയാണ് ഇങ്ങോട്ട് വരണം എന്നുള്ളത്. പക്ഷെ അവിടെ തന്നെ കിടക്കുകയാണെങ്കിലോ ലൗകികാനന്ദം, ഒന്നാമത്തെ സുഖം നമ്മളുടെ ലൗകികം. ഈ ലൗകികത്തിൽ അങ്ങനെ മുങ്ങി പൊങ്ങി എന്നിട്ട് കിട്ടുന്നുണ്ടോ സുഖം? വളരെ കുറച്ച് സമയം. ഒരു പായസം വയ്ക്കാൻ എത്ര സമയം വേണം? അത് കുടിക്കുമ്പോഴത്തെ സുഖം നിമിഷ നേരം കൊണ്ട് കഴിയൂലേ? എന്താ ഒരു ഗ്ലാസ് മതി, ഇനി വയ്യ മധുരം വയ്യ, അല്ലെങ്കിൽ ഷുഗറാ. ഇതല്ലേ അവസ്ഥ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ലൗകികാനന്ദം മതി, ഇത്രയൊക്കെ ഇതിന് സുഖമുള്ളൂ. ഒരു സാധനം അനുഭവിച്ച് കഴിയുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുമല്ലോ. അനുഭവിക്കുന്ന വരെ ഇത് എന്താണാവോ എന്ന് വിചാരിക്കുക. അനുഭവിക്കുമ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാവും. അതാ ഭഗവാൻ ആദ്യം പറഞ്ഞത്, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, സ്ഥിരമായിട്ട് ഒന്നുമില്ല. കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മൾ ഇങ്ങനെയാണോ? അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കാൻ ഭഗവാൻ ഭാഗ്യം തരുമോ? തരട്ടെ. ഇനിയും ഒരുപാട് പ്രഭാഷണ വേദികളിൽ വന്നിരിക്കാൻ. ഇതന്നെ സുഖം. എന്താ? മരിച്ചൊന്നും പോണ്ട, മോക്ഷമൊന്നും വേണ്ട. എന്തേ വേണ്ടു? ശ്രീരാമചന്ദ്ര, ആകാശവും ഭൂമിയും സൂര്യചന്ദ്രന്മാരും ഉള്ള നാൾ എനിക്ക് അങ്ങയുടെ രാമനാമം ചൊല്ലി ഇവിടെ ഇരിക്കാൻ പറ്റണേന്ന് അത്രേ ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ച്. അതുപോലെ ആ വിഷയാനന്ദം അങ്ങോട്ട് നിർത്തുക. പൂർണ്ണമായിട്ട് നിർത്തുക എന്നല്ല കേട്ടോ, കുറച്ച് സമയം. അപ്പം ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂറിനെ 3 ആക്കിയാണ്ട് വിഭജിക്കുക. 8 മണിക്കൂർ നിങ്ങൾ ജോലിക്ക് പോയിക്കോളൂ, കാര്യങ്ങൾ നടക്കണ്ടേ. ലൗകികൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് സന്യാസി സഭ പോലും ജീവിച്ചു പോകുന്നത്. നമ്മൾ പറയില്ലേ, പറവകളെ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. നമ്മളിവിടെ വിതയ്ക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുന്നത്. ലൗകികനെ
ആശ്രയിച്ച എല്ലാ മറ്റ് ജീവജാലങ്ങളും സന്യാസി സഭയിൽ നിൽക്കുന്ന 8 മണിക്കൂർ ഉറക്കം, ബാക്കി 8 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ആത്മീയ ഉന്നതി. ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരും. ഞാൻ പറഞ്ഞില്ലേ 5:30 മണിക്ക് എഴുന്നേറ്റ് ആ സന്ധ്യാവന്ദനം അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞാൽ ഹൈന്ദവനാണോ നിങ്ങൾ 21 ഗായത്രി ജപിച്ചിരിക്കണം. 21 ഗായത്രി പറഞ്ഞാൽ അയ്യോ ടീച്ചറെ സമയമില്ല, രാവിലെ എടുക്കുക 5 മിനിറ്റേ വേണ്ടൂ 21 തവണ ഗായത്രി ജപിക്കാൻ. 4 വരിയല്ലേ ഉള്ളൂ. സൂര്യ ഗായത്രി ഇങ്ങനെ ജപിക്കുക. അത് എപ്പോഴാ? പ്രാതസന്ധ്യ, രാവിലെ സൂര്യഭഗവാൻ ആ 7 പച്ച കുതിരകളെ ആ പൂട്ടിയ തേരിലങ്ങനെ ഉരുണ്ട്, രഥചക്രം ഉരുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ കണ്ടില്ലേ ഒരു പടം വന്നിട്ടത്? അങ്ങനെ കലുഷിതമായിട്ട് എന്താ ചുമപ്പല്ലേ, അത്രയ്ക്കും തിളങ്ങി നിൽക്കുന്ന ആ സൂര്യഭഗവാൻ അങ്ങനെ എഴുന്നേറ്റ് രഥചക്രം ഉരുട്ടി നമുക്ക് വെളിച്ചം തരാൻ, എനർജി തരാൻ. സയൻസ് നോക്കൂ, നമുക്ക് ഉണരണമെങ്കിൽ എനർജി വേണ്ടേ? രാവിലെ നല്ല ഉഷാറാ. അപ്പൊ എന്താ ഭഗവാൻ നമുക്ക് ഇങ്ങനെ ആ എനർജി തരാ? ഭഗവാൻ വന്നിരിക്കുമ്പോൾ ഉണരില്ലല്ലോ. ആ സൂര്യഭഗവാന് സൂര്യഗായത്രി ഒരു കുടന്ന് ജലത്തോടു കൂടി അങ്ങോട്ട് അർച്ചിച്ച് 21 തവണ ഗായത്രി ജപിച്ച ആ ദിവസം നല്ല സുഖ. പിന്നെ ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗാനം ചെയ്യും തോറും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാണ് ഗായത്രി. ഓരോ ദേവന്മാർക്കും ഗായത്രി ഉണ്ട്. എല്ലാവരും സാർവത്രികമായി ജപിക്കുന്നതാണ് സൂര്യഗായത്രി. ഈ ഗായത്രിയൊക്കെ ജപിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദല്ലേ, അതിനാണ് ഭജനാനന്ദം എന്ന് പറയാ. അപ്പൊ ഇവിടെ വന്നപ്പോ ഇത്തിരി സമയം അവിടെ പ്രാർത്ഥിച്ചു നിന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് നമുക്ക് സഹസ്രനാമം ജപിച്ചാലോ എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരത്തേക്ക് എത്തിയല്ലോ ആ അമ്മമാര്. അതാണ് ശരിക്കും ഭജനാനന്ദം. അവരതിന്റെ സുഖം അനുഭവിക്കുകയാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ആ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും തരേണമേ ജഗദീശ്വരി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ഒരു ഇച്ഛ, ആഗ്രഹം, നമ്മുടെ ഉള്ളിൽ ഇച്ഛ ഉണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് മോക്ഷം കിട്ടണം, ഈ ദുരിതത്തിൽ ഇങ്ങനെ കിടക്കാൻ വയ്യ. പക്ഷെ അപ്പൊ തന്നെ സംഘർഷം, അയ്യോ ഞാനില്ലെങ്കിൽ. നമ്മൾ അടുത്ത വീട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ, ആ വീട്ടിലെ മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ചതിന് ശേഷം 16 അടിയന്തരം കഴിഞ്ഞ അവരുടെ മക്കൾ അച്ഛനേക്കാൾ സൂപ്പറായിട്ട് ആ വീട് കൊണ്ടു നടക്കണം. നമുക്ക് മാറി നിന്ന് നോക്കിയാൽ കാണാം. അപ്പൊ അതൊന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കാം. നമ്മളില്ലെങ്കിലും വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണ്ട. പൂമ്പ കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് എഴുതി താർത്തി തന്നിട്ടൊന്നുമില്ലല്ലോ അത് ഫുള്ള് എന്നും നിങ്ങൾ ചെയ്യണമെന്ന്. എങ്ങോട്ട് വരണം? ആത്മീയമായ അനുഭൂതി നേടുന്നതിന് വേണ്ടി ഭജനാനന്ദം. ഇവിടെ അങ്ങനെ വന്നിരുന്നു, ഭഗവാന്റെ 4 നാമങ്ങൾ ഒരു കീർത്തനം ഒക്കെ കണ്ട് ചൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, അതിനാണ് ഭജനാനന്ദം. രണ്ടാമത്തെ ആനന്ദം. ഇതന്നെ കുറെ കാലം ഭജന മാത്രം പോരാ, അവിടെ നിന്നും നമ്മൾ എങ്ങോട്ട് കയറണം? ഭജനകൾ ആദ്യം ലളിതമായ ഭജനകൾ, ജ്ഞാനപ്പാന, ഹരിനാമ കീർത്തനം, രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, ഇങ്ങനെ ഉയർന്ന് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ വേദം ക്ലാസ്സിൽ ചേർന്ന് ആ രുദ്രം ഓം നമോ ഭഗവതേ രുദ്രായ എന്നും പറഞ്ഞ് മഹാദേവന് മുന്നിൽ ആ രുദ്രം അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ശിവരാത്രിക്ക് നിങ്ങൾ ഇവിടെ കൂടിയിരുന്ന് സമൂഹമായിട്ട് ആ രുദ്രം ജപിച്ച് 6 റൗണ്ട് ചൊല്ലിയാൽ മതി. രുദ്രം ചമകവും നമകവും അപ്പോഴേക്ക് വെളിച്ചാവുന്ന. അപ്പോ കിട്ടുന്ന ഒരാനന്ദം അത് തന്നെ ആത്മാനന്ദം. അതാണ് ഈശ്വരപ്രാപ്തി. ഇപ്പൊ എന്തിനാ ജന്മം കിട്ടിയത്? ഈശ്വര സാക്ഷാത്കാരത്തിനാ. ഇത് ഇത്ര പ്രയാസമുള്ള കാര്യമാണോ? ഒരു പ്രയാസവും ഇല്ല. ഇപ്പൊ ഈ ലാമന്തോളം അങ്ങാടിയിൽ ഞാൻ ആ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വന്ന് നിൽക്കുമ്പോൾ, ഞാൻ ഈ ചെമ്പലക്കാരിയാണ് കേട്ടോ, ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് 2.5 മണിക്കൂർ നിർത്താതെ പറയാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന്. അന്ന് ആ ബുദ്ധി ഉദിച്ചെങ്കിൽ ഡിഗ്രി PG ഒന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വർഷങ്ങൾ വെറുതെ കളയില്ലായിരുന്നു. അക്കാദമിക്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിലെ ജോലിക്ക് വേണ്ടി എന്തൊക്കെയോ നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു. ഹൈന്ദവന് അക്കാദമിക്കിനൊപ്പം എവിടെയെങ്കിലും ആത്മീയമായ ഒരു പഠനം കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം സ്വാധ്യായത്തിലൂടെ പഠിച്ച് ഉണ്ടാക്കുമ്പോൾ ചെറുപ്പം മുതലുള്ള മനസ്സിലെ ഓരോ വേദനകളെയും അങ്ങനെ വെട്ടി നീക്കി മാറ്റി വെക്കുമ്പോൾ യാതൊരു വേദനയും മനസ്സിന് തോന്നില്ല. മനസ്സിന്റെ വേദനകളെ ഉത്സവങ്ങളാക്കി മാറ്റാൻ ഭക്തിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുക. ഉദാഹരണം പൂന്താനം, പെരിന്തമണ്ണ പൂന്താനം ഇല്ലേ? പൂന്താനം തൻ്റെ ജീവിതത്തിലെ വേദനകളെ ഉത്സവങ്ങളാക്കി മാറ്റിയ വ്യക്തിയാണ്. എന്താ പറഞ്ഞത്? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ
മക്കളായി. കുട്ടി ഒരുപാട് കാലം കുട്ടി ഉണ്ടായില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ ഒരു കുട്ടി വേണം എന്ന് അത്രയും ആഗ്രഹിച്ചു. അത്രയും വലിയ ഭക്തനായ പൂന്താനത്തിന് ഭഗവാൻ അവസാനം ഒരു ഉണ്ണിക്കണ്ണനെ കൊടുത്തു. കുട്ടി 6 മാസം കഴിഞ്ഞ് അന്നപ്രാശം രസം പ്രാശയാമി എന്ന് പറഞ്ഞിട്ടാണ് ബ്രാഹ്മണന് ചോറുകൊണ്ട് കൊടുക്കുക. ആ രസം കൊടുക്കാൻ കുട്ടിക്ക് പറ്റിയില്ല. മുണ്ട് വീണ് മുഖത്ത് വീണ്. അതൊക്കെ എപ്പോഴും നമ്മൾ പോയി കാണണം. ഇവിടെ പെരുന്നമണ്ണ ഇല്ലത്തുണ്ട് പൂന്താനം ഇല്ല. എപ്പോഴും അതുപോലെ ഗുരുവായൂർ ദേവസ്വം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ കുട്ടി മരിച്ചപ്പോ നമ്മൾ എന്താ ചെയ്യുക? അയ്യോ ആകെ വിഷമായില്ലേ. വിഷമായി മുക്കിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തകർന്നു പോകും. ആ തകർച്ചയിൽ നിന്നും ഉയർന്നു വരാൻ ഗുരുവായൂരപ്പനോടുള്ള ഭക്തിക്ക് കഴിഞ്ഞെങ്കിൽ ഈ ചന്ദനക്കാവിലെ മേൽപ്പത്തൂർ ഇല്ലത്തിലുണ്ടായിരുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വാദം പിടിച്ചിട്ട് ബുദ്ധിമുട്ടിലായപ്പോ എന്ത് ചെയ്തു? ഗുരുവായൂരപ്പനെ അഭയം പ്രാപിച്ചു. വാദം എന്ന വിഷമം, ആ വേദനയെ ഭക്തിയുടെ മഹോത്സവമാക്കി മാറ്റി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പോ മേൽപ്പത്തൂരിനും പൂന്താനത്തിനും ഭഗവാൻ എന്താ കൊടുത്തേ? പൂന്താനം ഒരു ദിവസം ഇങ്ങനെ പോവാത്ത തിങ്കളാഴ്ച വ്രതാണ്. തിങ്കൾ വ്രതം, അതായത് പണ്ടൊക്കെ എന്നും പോയി ഗുരുവായൂർക്ക്. അന്നൊന്നും ഗുരുവായൂർക്ക് തിരക്കില്ല. പിന്നെ വയ്യാതെ എന്ത് ചെയ്തു? ആഴ്ചയ്ക്ക് ഒരു ദിവസം തിങ്കളാഴ്ച പോവാന്ന് വിചാരിച്ചു. തിങ്കൾ വ്രതം. അങ്ങനെ തിങ്കൾ വ്രതം നോറ്റ് പോകുമ്പോ കുറെ അന്നൊക്കെ ഈ സാമൂതിരിയുടെ ഒക്കെ ഭരണമുള്ള കാലാണ്. 400 വർഷം മുമ്പാ. കുറച്ച് കൊള്ളക്കാര് പിന്നാലെ കൂടിയിത്രേ. പേടിച്ചു. ഗുരുവായൂരപ്പനല്ലാതെ ആരും ശരണല്ല. കൃഷ്ണ രക്ഷിക്കണേ, ഇവരിതാ എന്നെ പിടിച്ചു പറിക്കണോന്ന് പറഞ്ഞപ്പോ ഭഗവാൻ മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്നു. മങ്ങാട്ടച്ഛൻ തന്റെ രൂപം പൂണ്ടു ഭംഗിയിൽ ഭക്തനു രക്ഷ നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ മങ്ങാട്ടച്ഛനായി വന്നു. സാമൂതിരിയുടെ പടനായകനാണ്. രക്ഷിച്ചു. എങ്ങടാ പോണേ? ഞാൻ ഗുരുവായൂർക്കാണ്, എനിക്ക് തൊഴണം. തിങ്കൾ വ്രതം അന്ന പോരും, ഞാൻ കൊണ്ടേക്ക് തരാം. അവിടെ എത്തിയപ്പോ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. വേഗം കയ്യുമ്മ പരതിയപ്പോ മോതിരം ഊരി കൊടുത്തു. ഇത്രേ കുറെ തവണ വേണ്ട വേണ്ട പറഞ്ഞു. അയ്യോ അത് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് വാങ്ങണം ഈ സന്തോഷത്തിന്. അപ്പൊ നിർബന്ധിച്ചപ്പോ മങ്ങാട്ടച്ഛൻ അത് വാങ്ങി. അന്ന് രാത്രി മേൽശാന്തിക്ക് ഉറക്കത്തില് ഒരു അശരീരി കിട്ടിയിത്രേ. എന്താ പറഞ്ഞേ? ആ പൂന്താനത്തിന്റെ മോതിരം ശ്രീലകത്ത് വിഗ്രഹത്തിന്റെ താഴെ കിടക്കുന്നുണ്ട്. നാളെ പൂന്താനം തൊഴാൻ വരുമ്പോ അത് കൊടുക്കണം കേട്ടോ. പിറ്റേ ദിവസത്തെ രാവിലെ ഈ കുളത്തിലൊക്കെ പോയി മുങ്ങി വന്നു. രുദ്രതീർത്ഥം എന്നാ ഗുരുവായൂരപ്പന്റെ കുളത്തിന് പറയാ. അവിടെ വന്ന് ദേ പുഷ്പാഞ്ജലി. അന്നൊക്കെ അവിടെ നിന്ന് നേരിട്ട് പുഷ്പാഞ്ജലി ഇവിടെ പോലെ കിട്ടും. പുഷ്പാഞ്ജലി പ്രസാദം നോക്കിയപ്പോ അതിൽ ദേ താലേസം കൊടുത്ത മോതിരം. അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് ഗുരുവായൂരപ്പനാണ് മങ്ങാട്ടച്ഛനായിട്ട് വന്നത് എന്ന്. ഇതാണ് കഥ. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതങ്ങോട്ട് നടക്കുന്ന. ഒരു വീട് വെക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവൻ വീട് വെക്കുന്നില്ലേ? അതുപോലെ ആയിരിക്കണം ഭക്തി. അങ്ങനെ ഭജനാനന്ദം നേടി അവസാനം എന്ത് ചെയ്യണം? ആത്മാനന്ദം നേടാൻ വേണ്ടി ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞില്ലേ 4 യുഗങ്ങളെ കുറിച്ച്. ഈ 4 യുഗങ്ങളിൽ കൃതം ത്രേതം ദ്വാപരം 3 യുഗങ്ങളിൽ ധ്യാനം, കഠിനമായ തപസ്, യാഗങ്ങൾ, യജ്ഞങ്ങൾ എല്ലാം വേണമായിരുന്നു. പക്ഷേ പൂജാതി കർമ്മങ്ങളെല്ലാം അന്നായിരുന്നു പ്രാധാന്യം. ഇപ്പൊ നമുക്ക് പൂജയ്ക്ക് ആളെ കിട്ടാത്തത് എന്തുകൊണ്ടാ? പൂജയ്ക്ക് അത്ര മതിയെന്നാ ഭഗവാൻ പറയുന്നത്. വേണ്ടത് എനിക്ക് നാമയജ്ഞം ആണ്, ഇങ്ങനെയുള്ള സത്സംഗങ്ങളാണ് എന്തേ വേണ്ടു. എല്ലാ അമ്മമാരും പിതൃസമിതിയും ഉണ്ടായിക്കോട്ടെ, നാമജപം ഉണ്ടായിരിക്കുക. ഒരു ക്ഷേത്രത്തിൽ എത്രത്തോളം നമ്മൾ നാമജപം നടത്തുന്നുണ്ടോ അത്രത്തോളം ആ ക്ഷേത്രം ഉയരും. ഗുരുവായൂർ എന്താത്ര തിരക്ക്, ചോറ്റാനിക്കര എന്താത്ര കേമായത്, അവിടെ അത്രയും ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹം വെറും ശിലയായി മാറും എപ്പോ? ഒരു ഭക്തജനങ്ങളും അവിടെ വരാതെ ആകുമ്പോ. എല്ലാവരും ഇങ്ങനെ വന്ന് വിളിക്കുമ്പോ ഇതിനുള്ളില് ഒരു ബിംബുണ്ട്. ഇതാണ് ആത്മാവ്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനുള്ളില് വിശേഷാൽ ഗ്രാഹ്യതേ ഇതി വിഗ്രഹ എന്നാ പറയാ. ആ വിഗ്രഹത്തില് പരമാത്മാവ, അതായത് ഭഗവാന്റെ ചൈതന്യാണ്. അത് ആ പ്രതിഷ്ഠയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ പ്രതിഷ്ഠ നടത്തുമ്പോ മേൽശാന്തി അല്ലെങ്കിൽ ക്ഷേത്രം തന്ത്രി, രണ്ടുപേരും അച്ഛനും അമ്മയെന്നാ പറയാ. തന്ത്രി അച്ഛനാണെങ്കിൽ മേൽശാന്തി ആ പ്രതിഷ്ഠാമൂർത്തിയുടെ അമ്മയാണ്. അവരുടെ ആത്മാവിന്റെ ഒരംശം എടുത്ത് പരമാത്മാവായി അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക. കണ്ണാടിയിലാണല്ലോ ബിംബം കാണുക.
ഇപ്പൊ ഇവിടെ ചെന്ന് നമ്മൾ ആ ബിംബം നോക്കി തൊഴയെന്ന് കുട്ടിയോട് പറയും. അപ്പോൾ ആ ബിംബം ഇവിടെ പ്രതിബിംബിക്കണം. അതായത് ഈ ജീവാത്മാവും ആ പരമാത്മാവും ഐക്യം പ്രാപിക്കുന്ന ഒരു നിമിഷമാണ് അഹം ബ്രഹ്മാസ്മി എന്ന ആ പരമമായ മുഹൂർത്തമാണ് തൊഴുത് പ്രദക്ഷിണം വെച്ച് നിങ്ങൾ അവിടെ അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആരാധിക്കണം. ആരാധന, ക്ഷേത്രാരാധന നമ്മുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയാണ്. ഇനി കിരാതസൂനു അതും കൂടിയും പറഞ്ഞിട്ട് നിർത്താട്ടോ. ക്ഷേത്ര ആരാധന എന്തിനാന്ന് മനസ്സിലായില്ലേ? പൂർവികർ നമുക്ക് വേണ്ടി നമ്മളുടെ ജീവിതം സുഗമമാക്കാൻ, ഞാൻ പറഞ്ഞില്ലേ 6:30 7:30 നീക്കാതെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം എന്നാ. സൂര്യൻ അസ്തമിച്ച് 3 നാഴികയ്ക്ക് ശേഷം ഭക്ഷണം വിഷമാണ് കഴിക്കരുത്. പണ്ടൊക്കെ മുത്തശ്ശി 7:30 മണിയാ കഞ്ഞി വിളമ്പും, അല്ലെങ്കിൽ എന്താ ഉള്ള വെച്ചാൽ അത് വിളമ്പി കൊടുക്കും. ഇപ്പൊ 10 മണി കഴിഞ്ഞാലും ഭക്ഷണം, നട്ടപ്പാതിരിക്കാ ഭക്ഷണം. അസുഖങ്ങളല്ലേ എല്ലായിടത്തും. നോക്കൂ, ആ ക്ഷേത്ര ആരാധനയും ക്ഷേത്ര സംസ്കാരവുമായി ചേർന്ന് നിന്ന് ജീവിക്കുന്ന വ്യക്തികൾക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. അവരുടെ ജീവിതം ഒരു ബാലൻസ്ഡ് ആയിരിക്കും. അല്ലാത്തവർക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. അതുകൊണ്ട് ക്ഷേത്ര ആരാധനയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം സുന്ദരമായി ജീവിക്കണം. നമ്മുടെ ജീവിതം സുഖമാക്കാനാണ് എന്ത്? ക്ഷേത്രാരാധന. ഇതാണ് നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനവും എന്ന് മനസ്സിലാക്കുക. ക്ഷേത്രം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ വരില്ലാലോ. ഇനി ആരാണ് കിരാതസൂനു? ഇപ്പൊ നാളെ കളംപാട്ട്, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രം ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? കളംപാട്ട് ഉണ്ടായിരിക്കും. കളം എഴുതും. ഭഗവതി ക്ഷേത്രമാണെങ്കിലും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമാണെങ്കിലും കളം എഴുതും. ആരാണ് ഈ വേട്ടയ്ക്കരൻ? 33 ദേവതകൾ ഉണ്ടായിട്ടും ഈ പുലാമന്തോൾ വിളയൂർ ഭാഗത്തുള്ള പണ്ട് താമസിച്ചിരുന്നവർക്ക്, പണ്ടൊക്കെ കുടുംബ പരദേവത എന്ന് പറഞ്ഞ ഒന്നെങ്കിൽ ഭുവനേശ്വരി, ഭഗവതി, ഭദ്രകാളി അല്ലെങ്കിൽ വേട്ടയ്ക്കരനായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ വന്നു അത് നോക്കാം. മഹാദേവന്റെയും ശ്രീപാർവതിയുടെയും കാട്ടാള വേഷത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ത്? കാട്ടാളനായ കിരാതമൂർത്തിയായ കിരാതസൂനു. ഈ കിരാതസൂനു ജന്മം എടുത്തു കഴിഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? അവരെന്തിനു വന്നതാ? അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കാട്ടാളന്റെ വേഷത്തിൽ നടക്കുമ്പോൾ പാർവതിക്കൊരാഗ്രഹം, കാട്ടാളന്റെ രൂപത്തിൽ നമുക്കൊരു കുട്ടി വേണം. അതും സാധിച്ചു കൊടുത്തു. കുട്ടി ഇവിടെ കൈലാസത്തിൽ അങ്ങനെ വളർന്ന് വലുതായി ഒക്കെ വന്നു. സമയത്ത് അച്ഛനും അമ്മയും ഏത് ഭാവത്തിലായിരുന്നു? കാട്ടാളന്റെ രൂപത്തിലായിരുന്നു. കുട്ടി എന്തായി? കാട്ടാളത്വം ഉള്ള കുട്ടിയായി. ഇത് നമുക്ക് തരുന്ന വലിയൊരു പാഠാ. ഞാൻ പറഞ്ഞില്ലേ, കഥകൾ മാത്രമല്ല, കഥകൾക്കുള്ളിലെ തത്വങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ ഷോഡശ സംസ്കാരം. ഏത് സമയത്ത് ഗർഭാധാനം നടത്തണം എന്ന് പറയുന്നത് അനുസരിക്കാത്തതുകൊണ്ടാണ് ഇത്രയും മെന്റലി റിട്ടാർഡഡ് കുട്ടികൾ ഉണ്ടാകുന്നത്. ഇപ്പൊ എപ്പോഴാ ഗർഭാധാനം നടത്തുന്നത്? നട്ടപ്പാതിനും കഴിഞ്ഞിട്ടാ. രാക്ഷസന്റെ സ്വഭാവമല്ലേ കുട്ടികൾക്കൊക്കെ? റബ്ബർ പാല് കുടിച്ച മാതിരി അല്ലേ, ചാടിക്കൊണ്ടിരിക്കും അവര്. എന്തൊരു ഹൈപ്പർ ആക്റ്റീവാന്നറിയോ? പണ്ടുള്ള കുട്ടികൾ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ ഇരിക്കുവോ? ഇല്ല, ഒന്നും കൂടി ചാടും അവര്. അത് ആ സമയത്തിന്റെ പ്രത്യേകത. ഈ കാട്ടാള രൂപധാരികളായ ആ മഹാദേവനും പാർവതി ദേവിക്കും ഉണ്ടായ കുട്ടി കാട്ടാളത്വം ഉള്ള കുട്ടിയായി. കാട്ടാളത്വം ഉണ്ടായാൽ എന്താ? മഹാവികൃതിയായി, വികൃതിയായി വളർന്നു വന്നിട്ട് ഇവന്റെ കയ്യിൽ എന്താ? കാട്ടാളന്മാരാണ് കുട്ടീനെ എടുത്ത് പിന്നെ വളർത്തുന്നത്. ഈ ട്രൈബ്സിന്റെ കയ്യിൽ എന്താ? അമ്പും വില്ലുള്ളത്. അത് ഒക്കെ ഉപയോഗിച്ചു. നല്ല സമർത്ഥന, ഭഗവാന്റെ മഹാദേവന്റെ രേതസ്സല്ലേ. ഇങ്ങനെ ആ കുട്ടി ആദ്യമൊക്കെ ദുഷ്ടമൃഗങ്ങളെ വധിച്ചു, പിന്നീട് രാക്ഷസന്മാരെ ഒക്കെ വധിച്ചു. പിന്നീട് കുറച്ചും കൂടി വലുതായപ്പോൾ ഇവന് ഇതിലൊരു താല്പര്യം, അതിലൊരു സുഖമാണ് കാണുന്നത്. ഒരു മൃഗീയ സ്വഭാവം എന്ന് പറയില്ലേ, മറ്റുള്ളവരെ വധിക്കുമ്പോൾ. ആ അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് ഈ കിരാതസൂനു ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഋഷീശ്വരന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം കുട്ടി ഉണ്ടായപ്പോ മഹാദേവൻ എന്താ അനുഗ്രഹിച്ചെന്നോ? നീ 3 ലോകത്തിലും അജയ്യനായിരിക്കും. 3 ലോകങ്ങളിലുള്ളവരെ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് ആയില്ലേ? എല്ലാവർക്കും തോൽപ്പിക്കാൻ വയ്യ. അങ്ങനെ ഉപദ്രവിച്ചപ്പോൾ ഋഷീശ്വരന്മാർക്ക് തപസ് ചെയ്യാൻ പറ്റുന്നില്ല, ദേവന്മാർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പരാതി എവിടെ ചെന്നു? നേരെ ചെന്നു ബ്രഹ്മാവിനോടല്ലേ ആദ്യം പറയാ, ബ്രഹ്മദേവ ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പറഞ്ഞു, അത് ശിവപുത്രനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നേരെ കൈലാസത്തേക്ക് പോയിക്കോളൂ. കൈലാസത്തിൽ ചെന്നപ്പോഴോ മഹാദേവനോട് ചോദിച്ചു, ഇങ്ങനെ ഈ കിരാതസൂനു വല്ലാതെ വികൃതിയായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നു, എന്താ ചെയ്യാ? അപ്പൊ എന്താ പറഞ്ഞ
എന്താണെന്നറിയോ? അത് കാട്ടാളനായ സമയത്തുണ്ടായ കുട്ടിയല്ലേ, കുറച്ച് കാട്ടാളത്തൊക്കെ ഉണ്ടാവും. അവൻ ചെറിയ കുട്ടിയല്ലേ, വലുതായ നന്നായിക്കോളും, നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവണം. അപ്പോഴും അവർക്ക് സമാധാനമില്ല. പിന്നെ എവിടെയാ പോവാ? വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നു. വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ എല്ലാവരും കൂടിയും കരച്ചിലും പറച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ശരി, പരിഹാരം ഞാൻ കാണാം. എന്താ പരിഹാരം? ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ഭൂമിയിൽ വന്നിട്ട് ഒരു വൃദ്ധ താപസന്റെ രൂപത്തിൽ കയ്യിൽ ഒരു ചുരികയുമായിട്ട്, സ്വർണത്തിന്റെ ചുരികയുമായിട്ട് അവതരിച്ചു. അവതാര ഹി അസംഖ്യോയം എന്നാ ഭാഗവതം പറയുന്നത്. അനേകം അവതാരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വൃദ്ധ താപസന്റെ രൂപത്തിൽ കയ്യിലൊരു സ്വർണ്ണ ചുരികയുമായി വന്ന് നിൽക്കുന്ന ഈ വിഷ്ണു ഭഗവാനെ വിഷ്ണു ആണെന്നറിയാതെ കിരാതസൂനു കണ്ടു. കണ്ടപ്പോ കാട്ടാളക്കുട്ടിയല്ലേ, നല്ല നല്ല ആയുധങ്ങൾ കാണുമ്പോൾ ഇനിയും നല്ല യുദ്ധം ചെയ്യാം, മൃഗങ്ങളെ ആക്രമിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാം. അവന്റെ ഹോബി തന്നെ എന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കല. ആ കട്ടാര എനിക്ക് തരുമോന്ന് ചോദിച്ചു. സ്വർണത്തിൻ്റെ അല്ലേ കട്ടാര? അപ്പോൾ വയസ്സനല്ലേ, തരുന്നാണ് കുട്ടി വിചാരിച്ച്. തരാം, പക്ഷേ 2 വ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ? ഒന്ന്, ഈ കഠാര ഉപയോഗിച്ചിട്ട് നീ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, മറിച്ച് സംരക്ഷിക്കണം. 2, ഇത് തന്നു കഴിഞ്ഞാൽ നീ ഇത് കയ്യിൽ നിന്ന് താഴെ വെക്കരുത്, നിലത്ത് വെക്കരുത്, അരയിലൊന്നും തിരികെ വെക്കാൻ പാടില്ല, അത്രയും വിശിഷ്ടമാണ് ഇത്. അപ്പൊ ഇത് കിട്ടുക എന്നുള്ള ആഗ്രഹത്തില് ശരി ഒക്കെ തലകുലുക്കി സമ്മതിച്ചു. അപ്പൊ ഒരു കയ്യിൽ എന്താ? അമ്പാണ്, മറ്റേ കയ്യിൽ വില്ലും. നിങ്ങൾ പ്രതിഷ്ഠാമൂർത്തിയെ നോക്കിയില്ലേ, നോട്ടീസിൽ നോക്കുള്ളൂ, അമ്പ് ഇങ്ങനെ കുത്തി വില്ലും പിടിച്ച് നിൽക്കുന്നത് കാണാം. അപ്പോ ഇത് വാങ്ങിക്കണമെങ്കിൽ ഈ കയ്യിൽ എന്തുണ്ട്? ഒരു അമ്പുണ്ട്. ആ അമ്പ് ഇടത്തെ കയ്യിൽ വില്ലും അമ്പും കൂടി ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചു, വലത്തെ കൈ നീട്ടി ആ കഠാര ഇങ്ങോട്ട് വാങ്ങി. ചുരിക എന്നാ പറയാ, കെട്ടാരാന്ന് മനസ്സിലാക്കാൻ പറഞ്ഞേ ഉള്ളൂ. ഈ പൊൻചുരിക കിട്ടിയ സന്തോഷത്തില് ആ കിരാതമൂർത്തി അതിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചു. ഇത് തന്നുവല്ലോ എന്നുള്ള നിലയ്ക്ക് വിഷ്ണു ഭഗവാൻ വെറുതെ താമസനായിട്ട് ഇങ്ങനെ നടന്ന് പിറകിലേക്ക് പോകുമ്പോ തിരിഞ്ഞു നോക്കുകയാണ് ആ വ്യക്തി. അവിടെ കാണാനില്ല, മറഞ്ഞു. അപ്പൊ കണ്ണിന് ദേഷ്യം വന്നു. ഇവിടെ നാളെ കളം വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കണം, 5 കളറ്, 5 തരം പൊടികളെല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തുണ്ടാക്കുന്നതാണ് കേട്ടോ. കൃഷ്ണപ്പൊടി കറുപ്പുണ്ടായിരിക്കും, ഉമിക്കരി ആയിരിക്കും, വാഗപ്പൊടി ഉണ്ടായിരിക്കും, പിന്നെ മഞ്ഞപ്പൊടി ഉണ്ടായിരിക്കും, വെള്ള അരിപ്പൊടി ഉണ്ടായിരിക്കും, മഞ്ഞളും 100ഉം ചേർത്ത ചുമപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. ആ കളം വരയ്ക്കുമ്പോൾ ഭഗവാന്റെ ആ വ്യക്തമായ ചിത്രം കുറുപ്പന്മാര് വന്നിട്ട് കളം വരയ്ക്കും. ആ കളം വരയ്ക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കേണ്ടത്, ഭഗവാന്റെ ചുണ്ടിൽ നിങ്ങൾക്ക് ചിരി കാണാം, അതേസമയം കണ്ണുകളിൽ രൗദ്രഭാവം കാണാം. നമ്മളെ കൊണ്ട് കഴിയാത്തൊരു കാര്യം അത്, അല്ലെ? നമ്മൾ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിരി തന്നെ, ദേഷ്യപ്പെട്ട ദേഷ്യം തന്നെ. ഇവിടെ കിരാതസൂനുവിന്റെ കണ്ണുകളിൽ ദേഷ്യം, രൗദ്രഭാവമാണ് അപ്പം ഉണ്ടായത്. ഇത് കിട്ടിയ സന്തോഷം കൊണ്ട് ചിരിക്കും ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ വരച്ചു വെക്കാൻ പോകുന്ന കളം. ഇനി അത് കഴിഞ്ഞ് മടന്നു പോയപ്പോ അയ്യോ പറ്റിച്ചു എന്ന് മനസ്സിലായി. കാരണം ഈ അമ്പും വില്ലും ഉപയോഗിക്കണമെങ്കിൽ 2 കൈയും വേണം, വേണ്ടേ? ഇങ്ങനെ ഞാണ് കെട്ടി വലിക്കണമെങ്കിൽ ആ അമ്പും വില്ലും കൊണ്ടുള്ള അവന്റെ പരാക്രമങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരുന്നു വിഷ്ണു ഭഗവാൻ. മാത്രല്ല കൊടുത്ത് ഈ ചുരിക കൊണ്ട് എന്തേ ചെയ്യാവൂ? ഉപദ്രവിക്കരുത്, മറ്റുള്ളവരെ സംരക്ഷിക്കണം. അങ്ങനെയാണ് സംരക്ഷകനായതുകൊണ്ടാണ്, സംരക്ഷണത്തിന്റെ ദേവതയായതുകൊണ്ടാണ് കിരാതസൂനു മറ്റുള്ളവരുടെ പരദേവതയായി സങ്കല്പിക്കപ്പെട്ടത്. ഇങ്ങനെ വേഗം ചെന്നു, കൈലാസത്തിൽ ചെന്നു, അച്ഛനോട് പരാതി പറഞ്ഞു. അച്ഛാ, ഇങ്ങനെ ഒരാൾ വന്നു, എനിക്ക് ഒരു കഠാര തന്നു, ഇത് ഇനിയിപ്പോൾ നിലത്തും വെക്കാൻ പാടില്ല, ഇനിയിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി, എനിക്കിൻ്റെ എൻ്റർടൈൻമെൻ്റ് ഒന്നും നടക്കില്ല. അത് പുരാണങ്ങളിൽ വേറെ വാക്കാട്ടോ. മഹാദേവൻ പറഞ്ഞു കൊടുത്തു, നിനക്ക് നല്ല സമയം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, വില്ലും അമ്പും അവിടെ നിർത്തിവെച്ചു, അവൻ്റെ ദുഷ്ടത്തരങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പായി. മറ്റൊന്ന് ജ്ഞാനം ആണ്. സുദർശന ചക്രത്തിൽ നിന്ന് ആവാഹിച്ചുണ്ടാക്കിയ സ്വർണ്ണ ചുരികയാണ് ആ കൊടുത്തത്. ജ്ഞാനമാണ്, അറിവാണ് ആ കയ്യിലേക്ക് നീട്ടിക്കൊടുത്തത്. ദുഷ്ടത്തരം ഇല്ലാതെയാകുമ്പോൾ ഒരു വ്യക്തിക്ക് ജ്ഞാനം, അറിവ് ഉദിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇനി മുതൽ അച്ഛൻ്റെ കുട്ടി എന്ത് ചെയ്താൽ മതി? ഭൂമിയിലേക്ക് തന്നെ. എവിടേക്കാ പോകാൻ പറയുന്നതെന്നറിയോ? ഗൂഡല്ലൂര്, നമ്മുടെ ഈ നിലമ്പൂർ ഭാഗത്തേക്ക് ഗൂഡല്ലൂര്, അവിടെ രാജാക്കന്മാരുണ്ട്, അവിടെ പോയിട്ട് താമസിച്ചോളൂ എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് തന്നെ അയച്ചു, നമ്മുടെ കേരളത്തിലേക്ക്. ഇവിടെ വന്നു, അവിടെ രാജാവിൻ്റെ കൂടെ താമസിക്കുകയാണ്. രാജാവിൻ്റെ കൂടെ സുഖമായിട്ട് താമസിച്ച സമയത്ത്
വലമ്പൂര് താമസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കല്യാണ പ്രായമൊക്കെ ആയി വന്നു. കല്യാണം കഴിക്കണം. അപ്പോൾ ബാലുശ്ശേരി കോട്ട എന്ന് പറയും, ആ ഭാഗത്ത് പോയിട്ട് ഒരു നായർ തറവാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായി, ഒരാൺകുട്ടിയാണ് ഉണ്ടായത്. ഈ സമയത്താണ് ഇവരുടെ ഈ ബാലുശ്ശേരി കോട്ട നമ്പ്യാതിരിമാര് ആക്രമിച്ച് വെച്ചിരിക്കുക. ഭാര്യയുടെ വീട്ടുകാരുടെ തറവാട്ട് സ്വത്താണ്, അന്യാധീനമായിട്ട് പിടിച്ചു വെച്ചിരിക്കുക. അത് തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെടാൻ ചെന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കേമനാണല്ലോ, തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ മാർഗങ്ങളിൽ ഒരുപാട് വിഘ്നങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചു. ഈ കിരാതസൂനു കുട്ടി 7 വയസ്സുള്ള കുട്ടിയുമായിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ എല്ലാ മാർഗവിഘ്നങ്ങളും മാറ്റി. പക്ഷെ അവസാനം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ സമയത്ത് അവിടെ ഒരുപാട് നാളികേരം അങ്ങനെ കൂട്ടി വെച്ചിരിക്കാം. ഈ നാളികേരം കൂട്ടി കണ്ടപ്പോൾ ഇത് മറികടക്കാൻ കുറേ സമയം പിടിക്കില്ലേ? പക്ഷേ ആ 7 വയസ്സായ കുട്ടി നിമിഷ നേരം കൊണ്ട് ആ 12,000 തേങ്ങയും, നാളെ നിങ്ങളിവിടെ കാണാം, എറിഞ്ഞൊടച്ച് കളഞ്ഞു. അതായത് നാളികേരം ഉടപ്പോൻ നായരായി വന്നേന്നാണ് തോറ്റംപാട്ടിൽ പറയുന്നത്. അങ്ങനെ അതിന് അവരാണ് വരിക. ആ നാളികേരം മുഴുവനും അവരുടച്ചു. ഇങ്ങനെ ഒരു ഐതിഹ്യത്തിൻ്റെ പുറകിലുണ്ട്. പിന്നീട് ഈ ആധുനിക കാലത്ത് ഈ 12,000 എന്ന ചടങ്ങ് തുടങ്ങിയത് തിരുവനന്തപുരത്ത് കോവിലകണ്ടല്ലോ രാജാവ് എന്ന് വിചാരിച്ചു ഒരു കല്യാണം കഴിക്കണം. എവിടെ വന്നിട്ടാ കല്യാണം കഴിച്ചേ? ഈ ബാലുശ്ശേരി കോട്ടയുടെ അടുത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. വൈകുന്നേരം തിരുവനന്തപുരത്തുകാർ കിടന്നുറങ്ങുമ്പോൾ എന്താ പറയാ? ശ്രീപത്മനാഭ എന്ന് പ്രാർത്ഥിച്ചിട്ടാ കിടക്കുക. അവിടെ ആനന്ദശായിയല്ലേ. അതേ സമയത്ത് ഈ ഭാര്യ അപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് എൻ്റെ വേട്ടേക്കരാ കാത്തോളനെ എന്ന് പ്രാർത്ഥിക്കൂത്രേ. അപ്പൊ ഒരു ദിവസം ചോദിച്ചു, നീ എന്താ ഇന്നും ഇങ്ങനെ വേട്ടേക്കരനെ പ്രാർത്ഥിക്കണേ? തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭനല്ലേ? അപ്പൊ പറഞ്ഞു ഇത്രേ, വേട്ടേക്കരന്റെ ശക്തി അങ്ങേക്ക് അറിയില്ല. അത്ര ശക്തി ഉണ്ടോ? എന്നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തിരുവനന്തപുരത്ത് ആ കിരാതമൂർത്തിയുടെ ക്ഷേത്രം ഉണ്ട്. അവിടെ നമുക്കൊരു 12,000 കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറയാണ്, ഞാനൊരു 12,000 ചെയ്യുന്നുണ്ട്. ആ കിണറിൽ നിറയെ നാളികേരം മൂടി മുകളിൽ 12,000 തേങ്ങ വെച്ചിട്ട് ഒരു ചെമ്പോണ്ട് ഉണ്ടാക്കിയ തേങ്ങ അതിൻ്റെ മുകളിൽ വെച്ചു. ഇതെങ്ങനെ ഉടക്കിയാൽ നോക്കാലോ എന്നാ വിചാരിച്ച്. എന്നിട്ടോ ഈ 12,000 ഉണ്ടെന്ന് അറിഞ്ഞാല് ക്ഷണിക്കാതെ തന്നെ ഇവരവിടെ വരണം എന്നാ പറയാ. ക്ഷണിക്കാതെ അവർ വരുമോന്നൊന്ന് നോക്കാലോ, നിന്റെ വേട്ടക്കാരന് ശക്തി ഉണ്ടോയെന്ന് അറിയണം, അല്ല ചെങ്കിൽ നിന്റെ തലെടുക്കുന്ന ഭാര്യയോട് പറയണേ. ശരി, ഭാര്യ പൂജാമുറിയിൽ കയറി കഥ കടച്ചു, പ്രാർത്ഥന തുടങ്ങി. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു. കളം വരയ്ക്കാനുള്ളതും കുരുത്തോലകളും. ആ കുരുത്തോല കൊണ്ടാ കളം മായ്ക്കുക. മുഖമൊന്നും ഒരിക്കലും കോമരൻ ചവിട്ടി കാലുകൊണ്ട് മായ്ക്കില്ല, കുരുത്തോല കൊണ്ടേ മായ്ക്കൂ. അത്രയും ബഹുമാന. കോമര ഞാൻ പറഞ്ഞില്ലേ, കളം വരച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആ കിരാതമൂർത്തിയുടെ ദേവചൈതന്യം അങ്ങോട്ട് വരും. എങ്ങനെയാ ഇത്? ഈ കളം കാണിക്കുന്നതേ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെയാണ്. ആ കളം വരച്ചുണ്ടാക്കുന്നത് സൃഷ്ടി. പിന്നെ സ്ഥിതി എന്ന് പറയുന്നത് പൂജയും പാട്ടും. കളംപാട്ട് നടത്തുമ്പോൾ ആ ദേവചൈതന്യം ആ കളത്തിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചു കയറും. അത് കഴിഞ്ഞ് സംഹാരമാണ് കളം മായ്ക്കുന്നത്. ഇത് മൂന്നുമാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് പ്രസാദമൊക്കെ കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ദക്ഷിണയൊക്കെ വയ്ക്കുമല്ലോ. എന്നിട്ട് ഭാര്യ പ്രാർത്ഥനയോട് പ്രാർത്ഥന. ആ സമയത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ ബാലുശ്ശേരി കോട്ടയ്ക്ക് അടുത്തുള്ള ഈ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറയാണ്, ഇന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഒരു കളമ്പാട്ട് നടക്കുന്നുണ്ട്, അമ്മാമ്മനെ എവിടെ? അമ്മാമ്മനാണ് നടത്തുന്നത്. അപ്പോൾ പറഞ്ഞു, അമ്മാമ്മ വേറൊരു കളമ്പാട്ടിന് പോയിരിക്കുക, ഇവിടെ ഇല്ല. പറഞ്ഞത് 12 വയസ്സായ കുട്ടി. ആ കുട്ടിയെയും കൊണ്ട് ബ്രാഹ്മണൻ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ രാജാവ് പട്ട് കൊടുത്തു. പട്ട് കൊടുത്തപ്പോൾ കുട്ടി പോണ വഴിക്ക് കണൽ കണ്ടു. ആ പട്ട കണലിലിട്ടു അത്രേ. എന്നിട്ട് പോയി കുളിച്ചു വന്നു. കുളിച്ചു വന്നപ്പോഴേക്ക് 16 മുളം പട്ടായി മാറിയിരിക്കുന്നു ആ കണലിൽ കിടന്നിട്ടത്. ആ 16 മുളം പട്ട് ഞുറിഞ്ഞെടുത്ത് ഈ 12 വയസ്സായ കുട്ടി ഇങ്ങോട്ട് വന്ന് ആ 12,000 തേങ്ങയ്ക്ക് നാളികേരം ഉടയ്ക്കാൻ വേണ്ടി തീർത്തെടുത്തിട്ട് അങ്ങോട്ട് തളിച്ചതും ഈ ചെമ്പിൻ്റെ നാളികേരം പൊങ്ങി. മട്ടുപ്പാവിലിരിക്കുകയാണ് രാജാവ് ഈ അത്ഭുതം കാണാൻ വേണ്ടിയിട്ട്. രാജാവിൻ്റെ നെറ്റത്തേക്ക് ഒരൊറ്റടിയ
അങ്ങനെ അത് തെറിച്ചു പോയി. ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്, നാളികേരും അച്ചിങ്ങയും ഒക്കെ കൂടെ താഴത്തേക്ക് വീണു. അതോടുകൂടി പേടിയായി. രാജാവ് ഓടി ഇറങ്ങി വന്നിട്ട് തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞു. വേട്ടയ്ക്കരന് വേണ്ടുന്ന സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞു. ഭാര്യയ്ക്കും സന്തോഷമായി. അങ്ങനെ 12,000 അന്ന് തേങ്ങ ഉടക്കി എന്തിനാന്നറിയോ? മുരിക്കിന്റെ പലകയില. ആ മുരിക്കിന്റെ പലക എപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കിണറിൽ നിറച്ചു പറഞ്ഞില്ലേ നാളികേരം. കിണർ തൂർത്തിട്ട് അവിടെ മണ്ഡപം കെട്ടി ടൈൽസൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി കിരാതസൂനുവിന്റെ ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഇതിലുള്ള തത്വങ്ങൾ എന്താന്ന് വെച്ചാല്, ആ കളം വായിക്കുമ്പോൾ നമ്മളുടെ സൃഷ്ടി, നമ്മൾ ജനിച്ച് വളർന്ന് 4 ആശ്രമങ്ങൾ കടന്ന് അവസാനം സംഹാരം, മരണം എന്ന അനിവാര്യതയെ കുറിച്ച് നമ്മളെ അറിയിക്കുക. എത്ര സുന്ദരമായി എത്ര സമയം പണിയെടുത്തിട്ടാണ് ആ കളം വരയ്ക്കുക. സൃഷ്ടി നമ്മളെ സൃഷ്ടിച്ച് നോക്കി വളർത്തി സ്ഥിതി പൂജാതി കർമ്മങ്ങളും പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ അച്ഛനും അമ്മയും നോക്കി വലുതാക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് അനിവാര്യമായ മരണം വന്ന് ചേരുന്ന നിമിഷം, ഒരൊറ്റ നിമിഷം, അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. ഹേ ശ്രീ പരമേശ്വര, അവസാന സമയത്ത് അങ്ങ് ഈ ദേഹിയെ വന്ന് കൊണ്ടുപോകണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയെ നമുക്ക് വേണ്ടു. ഇതാണ് ഇതിൻ്റെയൊക്കെ മുന്നിലുള്ള തത്വം. അല്ലാതെ വെറുതെ വന്ന് തൊഴുതു പോകുന്നതല്ല ഭക്തി. ഈശ്വരീയമായ കാര്യങ്ങൾ അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. വേറെ ഒന്നും എനിക്കിനി വേണ്ട. വേറെ ഒരു ഇന്ദ്രിയ സുഖത്തിലും സുഖം ഇല്ല എന്നുള്ളത് ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നുണ്ടല്ലോ, അനുഭവിക്കണം. കൽക്കണ്ടം മധുര മധുര എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കൽക്കണ്ടം കഴിക്കാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൽക്കണ്ടം വായലിട്ട് നോക്കണം. ഇവിടെ അങ്ങോട്ട് വന്നിരുന്നിട്ട് മഹാദേവന്റെ കിരാതസൂനുവിന്റെ നാമങ്ങൾ അങ്ങോട്ട് ജപിക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്ഥലവും സൗകര്യവും ഉണ്ട്. ആ ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും, ആഴ്ചയ്ക്ക് ഒരിക്കൽ ചെയ്യണം എന്നാണ് ശങ്കരാചാര്യ സ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കാഞ്ഞിട്ടാ. എന്താ പറയാ, നമുക്ക് നിയമമൊന്നുമില്ല, നമുക്കേ നിയമമുള്ളൂ. നമ്മുടെ നിയമം മറ്റുള്ളവരെടുത്ത് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഹൈന്ദവന്റെ ഗ്രന്ഥങ്ങളിലെ വരികളാണ് ഓരോ മതസ്ഥരും പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ മാത്രം നമുക്ക് ഇല്ല പറഞ്ഞ് നടക്കുക. ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം എന്ന് ആചാര്യസ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് ആരാ? പൂജാതി കർമ്മങ്ങളെ ശങ്കരാചാര്യ സ്വാമികളാ. കാടാമ്പുഴ ശ്രീ ഭഗവതി ത്വരിതാ സമേതയായ ഭഗവതിയായിട്ട് നിലകൊള്ളുന്നത് കാട്ടാള രൂപത്തിലുള്ള കിരാതസൂനുവിന്റെ അമ്മയ. ഇതൊക്കെ അറിഞ്ഞ് ആരാധിക്കുക. ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കുക, ജ്ഞാനത്തിൽ നമ്മൾ ഉയർന്നു നിൽക്കുക. അവസാനം വൈരാഗ്യം. കാരണം എനിക്ക് ഇതൊന്നും വേണ്ട, അത്രയൊക്കെ മതി. മരിച്ചു പോകുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടാവില്ല. അത്ര ഞാൻ റെഡിയാണെന്ന് പറയത്രേ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ. കിം ശ്രോതുമിച്ഛസി, ഇനി എന്തെങ്കിലും കേൾക്കണോ പരീക്ഷിത്തെ ചോദിച്ചപ്പോ വേണ്ട, ഇനി കുറച്ചു കാലം കൂടി സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. വേണ്ട, ഈ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ മരണത്തെ സന്തോഷത്തോടെ നേരിടാൻ, അതിനു മുമ്പ് ഈ ശരീരത്തിലിരുന്ന് ആത്മാനുഭൂതി അനുഭവിക്കാം എന്ന അറിവ് നേടി നാമം ജപിക്കുന്ന കിട്ടുമ്പോ ആ വൈബ്രേഷൻ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ. വേദം അങ്ങനെ ജപിക്കുമ്പോ ഓം ഭദ്രം കർണേഭി, എന്റെ ചെവികളിൽ ഭദ്രമായ കാര്യങ്ങൾ മാത്രം കേൾക്കുമാറാകണമേ ജഗദീശ്വര. ഭദ്രം പശ്യാമി, എന്റെ കണ്ണുകളിൽ ഭദ്രമായ കാര്യങ്ങൾ മാത്രം കാണണമേ ജഗദീശ്വര. ഇതിലും വലിയ അർത്ഥങ്ങൾ എവിടെയാ ഉള്ളത്? ഹൈന്ദവന്റെ ഗ്രന്ഥങ്ങൾ അക്ഷയഖനികളാ. അത് മനസ്സിലാക്കുക, അതൊന്ന് തുറക്കുക. മഹാഭാവികളെ നമ്മൾ ഒരുപാട് പിതൃകടം വീട്ടു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ഋഷികടം വീട്ടില്ല. ഋഷികടം വീട്ടാനിട്ട് മഹാഭാവികൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി എഴുതി വെച്ചിട്ട് ഇതൊന്ന് തുറക്കണില്ലല്ലോ എന്ന് ശപിക്കുത്രേ നമ്മളെ. ആ ശാപം ഏൽക്കാതിരിക്കാൻ ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ, അറിയില്ല എന്നൊന്നും പറയണ്ട, നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. അവസാനം ഞാൻ പറഞ്ഞ 8 മണിക്കൂറിൽ 2 മണിക്കൂർ എന്റർടൈൻമെന്റ്, 3 മണിക്കൂർ കുക്കിംഗ് ആയിക്കോട്ടെ, 2 മണിക്കൂറേ വേണ്ടു ഒരു വീട്ടിലെ കുക്കിങ്ങിന്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നങ്ങനെ ധ്യാനിക്കുക, ജപിക്കുക, നാമജപം മാത്രം ചെയ്യുക. രാമനാമം മാത്രം മതി. മഹാദേവൻ പോലും എന്താ ചൊല്ലുന്നേ? പാർവതി ദേവി ചോദിച്ചു അത്രേ, എന്താ അങ്ങ് എപ്പോഴും ഇങ്ങനെ ജപിച്ചോണ്ടിരിക്കണേ? അങ്ങല്ലേ മഹാദേവൻ. അപ്പൊ പറയാ, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാരണി. മഹാദേവൻ രാമനാമം ജപിക്കുന്നു. പണ്ടുള്ള മുത്തശ്ശി എന്താ പറയാ? സന്ധ്യയ്ക്ക് രാമനാമം ചൊല്ലടാ. അപ്പോ
ഒരുപാട് കാര്യങ്ങൾ പറയാനാ ഒരു മണിക്കൂറിൽ ഒതുക്കി പറഞ്ഞത് കൊണ്ടാ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാ? ഗീത പഠിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ? ഗീതയിലെ ഒരു കാര്യം കൂടി പറയാം. ഗീത എടുത്തു വെക്കുമ്പോ നമുക്ക് തോന്നും ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗീതാധ്യാനം ആദ്യം അങ്ങോട്ട് ബൈക്കട്ടാക്കുക, തന്നെ അങ്ങോട്ട് ബൈക്കട്ടാവും, ആക്കൊന്നും വേണ്ട. എന്താ ധ്യാനത്തിൽ പറയുന്നത്? മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹേ കൃഷ്ണ, എല്ലാം അങ്ങയുടെ മഹിമയല്ലേ എന്ന് ചോദിക്കുക. പിന്നെന്താ പറഞ്ഞേ? സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന. നമ്മളുടെ സർവ്വ ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും ഉള്ള ഉത്തരം ഗോപാലനന്ദനായ കൃഷ്ണൻ ഉപനിഷത്തുക്കളെ കടന്നു വെച്ച് ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് മരണം, എന്താണ് ആത്മാവ്, എന്താണ് അസുഖം, എല്ലാത്തിനും ഉള്ള ഉത്തരം ഗീതയിൽ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ കേട്ടോ. ആദ്യത്തേല് മുഴുവൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക, ആക്കി വയ്യ. നമ്മളെ കുട്ടികളുടെ രാവിലെ നീച്ചു വന്ന നമ്മൾ തന്നെയാണ് ഈ അർജുനന്മാരെ. എന്താ പറഞ്ഞത്? എപ്പോഴാ എന്നെ സ്മരിക്കണ്ടേ? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര. നമുക്ക് സംശയം എപ്പോഴാ ഈശ്വരനെ വിളിക്കണ്ടേ? കമ്പനി ജോലി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വെക്കാൻ പറ്റുമോ ടീച്ചറെ? എപ്പോഴും ജപിക്കാം, എപ്പോഴും വിളക്ക് വെക്കാം. എന്താണ് നാരായണീയത്തിൽ പറയുന്നത്? കാലദേശാവദിഭ്യാം, കാലത്തിനും ദേശങ്ങൾക്കും എല്ലാം അപ്പുറമാണ് ഭഗവാൻ. ഇവിടെ ഇപ്പോഴല്ലേ രാത്രി, കമ്പനി കഴിഞ്ഞിട്ടുള്ളൂ, അമേരിക്കയിൽ ഇപ്പോൾ വിളിച്ചല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനാണ്. എന്നിട്ട് പറയാണ്, നീക്കണില്ല, ദേ പോണു ഗാന്ധീവം ശ്രംസദേഹസ്ഥാൽ. അപ്പൊ പറയാ ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ഹേ, ഈ ക്ഷുദ്രം എന്താണെന്നറിയോ? ഹൃദയ ദൗർബല്യം. എനിക്ക് വയ്യ, ഒന്നിനും സമയം വൈകിട്ടില്ല. അവിടെ ഇരിക്കുന്നവർ കരുതുണ്ടാവും ഇത്രയൊക്കെ ആയി, ഇനിയിപ്പോൾ ഇതൊക്കെ പഠിക്കാൻ കഴിയുമോ? ഒന്നും പഠിക്കണ്ട. എന്തേ വേണ്ടു? ഗോപികമാർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. എപ്പോഴും എന്താ വിചാരം? കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണ. അവർക്ക് മോക്ഷല്ലേ കൊടുത്ത്. വേദം പഠിക്കാത്ത പ്രഹ്ലാദന്, അല്ലെങ്കിൽ അസുരന്മാർക്ക് പാമ്പുകളായ കാളിയന്, അത് കഴിഞ്ഞ ജഡായുവിന്, പക്ഷികൾക്കൊക്കെ മോക്ഷം കൊടുത്തില്ലേ ഭഗവാൻ? നാമം മാത്രം മതി. നാമത്തെക്കാൾ വലിയ ഒരു യജ്ഞം ഇല്ല. ഇപ്പൊ ഇതുവരെ നടത്തിയത് നാമയജ്ഞാണ്. ഇനി അവസാനം ഭഗവാൻ പറയാണ് ഗീതയിലെ നമ്മളോട് വലിയൊരു ഉപദേശ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തോളൂ? എന്നെ അങ്ങോട്ട് ശരണം പ്രാപിച്ചോളൂ. എന്താ? അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്വാമി മാ ശുച. എല്ലാ പാപങ്ങളും, നിങ്ങൾ ഇതുവരെ പാപമൊക്കെ ചെയ്തിട്ടുണ്ടാവും. നടന്നു പോകുമ്പോൾ അമ്പലത്തിക്കാണെങ്കിലും അറിയാതെ ഒരു ജീവിയൊക്കെ ചവിട്ടി കൊന്നുണ്ടാവും. എല്ലാ പാപങ്ങളും ഏൽക്കാൻ ഞാനിവിടെ ഉണ്ട്. എന്തേ വേണ്ടു? നിങ്ങൾ എന്നെ ഒന്ന് ശരണം പ്രാപിച്ചാൽ മാത്രം മതി എന്നാണ് നമുക്കുള്ള ഉപദേശം. എന്തേ വേണ്ടു? ഒന്നവിടെ വിളിക്കുക, കയ്യൊന്ന് പൊക്കിയാലല്ലേ ഭഗവാന് പിടിക്കാൻ പറ്റൂ. നാമസങ്കീർത്തനങ്ങൾ നടത്തുക, സുന്ദരമായ ശക്തമായ ഒരു മാതൃസമിതി ഉണ്ടാക്കുക. കാരണം നമ്മളുടെ അടുത്തുള്ള തേവരെ വിളിക്കാതെ എവിടെ ദൂരമുള്ളവരെ വിളിച്ചിട്ടും കാര്യമില്ലാത്രേ. അമ്മ എന്താ പറയാ? അകലുള്ള ബന്ധുവിനേക്കായി നല്ലത് അടുത്തുള്ള ശത്രുവാണ്. അടുത്തുള്ള ശത്രുവായിട്ടല്ല, അടുത്തുള്ള തേവരാണ് അത്രയും മരണസമയത്ത് നമ്മളെ ആദ്യം വന്നിട്ട് നോക്കുക. എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, കർമ്മബലി അത് അനുഭവിച്ചേ പറ്റൂ. സ്വകർമ്മം സ്വധർമ്മം തെറ്റാതെ ചെയ്യുക. ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ഓരോ മതസ്ഥരെയും നോക്കൂ, ഈശ്വരാരാധനയിലാണ് അവരുടെ ഒരു ദിവസം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ക്ഷേത്ര ആരാധനയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിത രീതി, ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു മാതൃസമിതി ഉണ്ടാക്കുക. നമ്മളുടെ അമ്പലത്തിലേ നമുക്ക് ഹീറോ ആവാൻ പറ്റുള്ളൂ. ഗുരുവായൂർ ചെന്നിട്ട് അവിടെ കയറി അവർ നമ്മളെ പിടിച്ച് പുറത്തേക്ക് നിർത്തും. അവിടെ ഉള്ളവരാണ് അവിടുത്തെ ഹീറോ. അതിപ്പോൾ ഉത്സവത്തിന് പോയപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മളെ ആരും പിടിച്ച് പുറത്തേക്ക് നിർത്തില്ല. അവിടെ ഇരുന്നു, എല്ലാവരും കൂടി ഇരുന്നു ഒരു ലളിതാ സഹസ്രനാമം അങ്ങോട്ട് ജപിക്കുക. ഒരു അഷ്ടോത്തരം കൈ കിട്ടിയത് അർച്ചന ചെയ്യാനാണ്. ഒരു 108 നാമേ ഉള്ളൂ. ഒരു അഷ്ടോത്തരം വിളക്ക് പൂജ. വിളക്ക് പൂജയേക്കാൾ വലിയ ഒരു പൂജ ഇല്ല എന്നാ പറയുന്നത്. ഒരുപാട് തത്വങ്ങളാണ് വിളക്കിനൊക്കെ. ഇനി ഒരവസരം കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് വിശദമായിട്ട് പറയാം. ഇതൊരു ജ്ഞാനയജ്ഞ. ഞാൻ പറഞ്ഞില്ലേ, കലികാലത്തിൽ നടത്തേണ്ടത് നാമജപം, ജ്ഞാനയജ്ഞ. അന്ന് ഇതിനു മുമ്പത്തെ യുഗങ്ങളിൽ നടത്തിയ വലിയ വലിയ യാഗങ്ങൾ, അശ്വമേധ യാഗങ്ങൾ, രാജസൂയങ്ങൾ, യജ്ഞങ്ങൾ, തപസ്, അതിന് തുല്യമാണ്. ഇപ്പൊ നിങ്ങളെല്ലാം മറന്ന് 1 മണിക്കൂർ ഇരുന്നില്ലേ? നമ്മൾ 6 മണിക്ക് തുടങ്ങിയില്ലേ? 6 മണി മുതൽ 7:30 ആയത് നിങ്ങൾ അറിഞ്ഞോ? എല്ലാ വേദനകളെയും മാറ്റാനുള്ള കഴിവ് ഈശ്വര കഥകൾക്കുണ്ട്. എം ഭാവം സ്മരൻ. നിങ്ങൾ എന്താണോ ചിന്തിച്ചിരിക്കുന്ന അത് തന്നെയായി മാറുന്നു എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറയാ. നിങ്ങൾ ഇതുവരെ എന്താ ചിന്തിച്ചേ? എന്താണ്
ക്ഷേത്രം, എന്താണ് പ്രതിഷ്ഠ, എന്താണ് നമ്മളുടെ വഴിപാട്, ആരാണ് കിരാതസൂനു, എന്താണ് കളമ്പാട്ട്, ഇതൊക്കെ ചിന്തിച്ചില്ലേ? അതെല്ലാം എന്താ ഈശ്വരീയമായ കഥകളും ചിന്തകളും. വേദങ്ങളിൽ പറയുന്നത് മനസ്സിലാവാത്തത് കൊണ്ട് കഥകളിലൂടെ അതേ തത്വം പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഈ യജ്ഞം ഞാൻ ദേവരുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. കാരണം എന്ത് ചെയ്താലും കർമ്മഫലം ആഗ്രഹിക്കരുത് അത്ര. കർമ്മഫലം ആഗ്രഹിക്കുമ്പോൾ ഇനിയും സഞ്ചിത കർമ്മങ്ങൾ അടുത്ത ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഈ ഒരു ജന്മം തന്നെ മതിയായില്ല, ഇനി എന്തിനാ ഒരു ജന്മം, മതി, ഇതൊക്കെ മതി കൃഷ്ണ, എനിക്ക് ഞാൻ എത്തിയാ മതി എന്നുള്ള ചിന്ത. ഒരുപാട് കഥകൾ അങ്ങനെ പറയാനും കേൾക്കാനും നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. യജ്ഞം സമർപ്പിക്കുകയാണ്. ഓം നമഃ ശിവായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സർവം സദാശിവായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.